പറക്കാൻ നോക്കൂ, അതിന് പറക്കാൻ കഴിയുമോ? പറക്കാൻ കഴിയില്ല. ഇതേ രൂപത്തിൽ നമ്മുടെ റൂഹിനെ ശരീരത്തിൽ നാം ബന്ധിപ്പിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അള്ളാഹു ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ റൂഹിന് നമ്മൾ ഭക്ഷണവും കൊടുത്തില്ലെങ്കിൽ, റൂഹിനെ പരിപോഷിപ്പിച്ചില്ലെങ്കിൽ, റൂഹ് പോകേണ്ടടത്തേക്കൊന്നും റൂഹിന് പോകാൻ സാധിക്കൂല. ശരീരം റൂഹിനെ ഇങ്ങോട്ട് മുറുക്കി പിടിച്ചുകൊണ്ടിരിക്കും. അപ്പൊ പണ്ഡിത ഔലിയാക്കളൊക്കെ എന്താ ചെയ്യല് അറിയോ? ശരീരം ശ്രദ്ധിക്കാതിരിക്കുക ചെയ്യുക. റൂഹ് പോകേണ്ട വഴിക്ക് റൂഹ് പോയിക്കോട്ടെ എന്ന് തീരുമാനിക്കും. അങ്ങനെ റൂഹിന് വേണ്ട ഭക്ഷണങ്ങളെല്ലാം അവർ കൊടുക്കും. റൂഹിന് വേണ്ട ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രോസ്റ്റും ബ്രോസ്റ്റൊന്നുമല്ല, എന്താണ്? ഇബാദത്തുകള്, ദിക്റുകള്, ദുആകള്, ഖുർആൻ പാരായണം, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. ഇത് കൊടുക്കുന്നിടത്തോളം റൂഹിന് സ്വാതന്ത്ര്യം കൂടുകയാണ്. റൂഹിന് സ്വാതന്ത്ര്യം കൂടിയാൽ ശരീരത്തിന്റെ ഭാരം റൂഹ് അറിയുന്നില്ല. അവിടേക്ക് എത്തിയാലാണ് ഔലിയാക്കന്മാര്, അയാള് എവിടെ ഉണ്ടായിരുന്നു? അയാള് എന്താ പറയാ, പിന്നെ ഹറമിലുണ്ടായിരുന്നു ദുഹൂർക്ക്. പിന്നെ അസർക്ക് നോക്കുമ്പോ കണ്ടപ്പോൾ അയാൾ എവിടെ? നാട്ടില്. ഇപ്പൊ ഈ എയർ ഇന്ത്യന്റെ സമരത്തിന്റെ ഇടയിലാ പതി. എങ്ങനെയാണ് അയാളോടത്ത്? എന്താ സംഭവം? റൂഹ് പോവും, ശരീരത്തിന്റെ ഭാരം അറിയുന്നില്ല. നിങ്ങൾ വലിയ ഒരു പക്ഷി, ഒരു പ്രാവല്ല, എന്താ പറയാ, ഒരു പരുന്ത്. ആ പരുന്തിന്റെ കാലിൽ നിങ്ങൾ ഈ ഒരു കല്ല് കെട്ടി നീർക്കുക, എന്താ പരുന്ത് ചെയ്യാ? അത് കല്ലും കൊണ്ടാണ് പോവും അല്ലേ? ആ കല്ല് നിങ്ങൾ തുമ്പിമ്മ കെട്ടിയാൽ തുമ്പി എന്ത് ചെയ്യും? അവിടെ നിൽക്കും, പോവാൻ കഴിയില്ല. ഇങ്ങനെയാണ്. നിങ്ങൾ റൂഹിനെ നല്ലവണ്ണം പരിപോഷിപ്പിച്ചാൽ ശരീരത്തിന്റെ ഭാരം റൂഹിന് അറിയില്ല. അപ്പൊ റൂഹ് പോകേണ്ടടത്തേക്കൊക്കെ റൂഹ് പോകും, എത്തേണ്ടടത്തേക്കൊക്കെ എത്തും. അതിനാണ് ഈ കറാമത്ത്, ഔലിയാക്കൾ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ശരീരത്തെ ശ്രദ്ധിക്കുന്നിടത്തോളം റൂഹിന് ഭാരം കുറയും. അങ്ങനെ ശരീരത്തിന് എന്ത് ചെയ്യും? ഭാരം കൂടും. ശരീരത്തിന് ഭാരം കൂടിയാൽ പോകാൻ തീരും കഴിയൂല. നിങ്ങളൊന്നൊരു ചെറിയ കുട്ടികളും കൂടി ഒന്ന് ഓടിയൊക്കെ അപ്പൊ അറിയാം ശരീരത്തിന് ഭാരം കൂടിയാൽ എങ്ങനെ ഉണ്ട് കുഴപ്പം, എന്താ സാധിക്കുകയില്ല. ഇതാണ് റൂഹ് പരിപോഷിപ്പിച്ചാലുള്ള സുഖം. റൂഹിന് പിന്നെ അതിന്റെ ബാക്കി ഭാഗങ്ങൾ ഇനി വരുന്നുണ്ട്, ഞാൻ പറയാം. വനഹ്നു അഖറബു ഇലൈഹി മിൻകും, നാം ആകുന്നു നിങ്ങളെക്കാളും ഈ മരിക്കുന്ന വ്യക്തിയിലേക്ക് അടുത്തു നിൽക്കുന്നവൻ. വലാകില്ലാ തുബ്സിറൂൻ, പക്ഷെ നിങ്ങൾ അത് കണ്ടറിയുന്നില്ല. അതുകൊണ്ട് അവസാനം കണ്ണിൽ നിന്ന് റൂഹ് പോയാൽ ഇയാൾ അങ്ങനെ റൂഹിനെ നോക്കിക്കൊണ്ടേയിരിക്കും. ഇതിന്റെ ഒരുപാട് വിശദീകരണങ്ങൾ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഞാൻ സമയക്കുറവ് കൊണ്ട് ഇവിടെ അത് വിശദീകരിക്കുന്നില്ല. ഇതാണ് റൂഹിന്റെ അവസ്ഥ. റൂഹിന് നമ്മൾ ഭക്ഷണവും കാര്യങ്ങളും കൊടുത്താൽ റൂഹ് എന്ത് ചെയ്യും? ഉയരും. അങ്ങനെ വരുമ്പോ എന്താണെന്നറിയോ? റൂഹിന് ശരീരവുമായുള്ള ബന്ധം കുറവാണെങ്കിൽ റൂഹ് പിടിക്കുന്ന മലായിക്കത്തിന് എന്താ അറിയോ? ഒരു 2 വയറിന്റെ കണക്ഷൻ ഉണ്ടാവുള്ളൂ. ആരും തമ്മില് റൂഹും ശരീരവും തമ്മില്. അപ്പൊ ഈ റൂഹ് പിടിക്കുന്ന മലായിക്കത്തിന് ഈ രണ്ട് വയറ് കട്ട് ചെയ്താൽ മതിയാവും. അപ്പൊ ഇയാൾക്ക് വേദന കുറയും. ആർക്ക്? ഈ മരിക്കുന്ന ആൾക്ക്. വേറെ റൂഹ് തീരെ പരിപോഷിപ്പാക്കാത്ത ആളുകൾ റൂഹ് ശരീരത്തിനെ മുറുക്കി പിടിച്ചുകൊണ്ടിരിക്കും. അപ്പൊ മുറുക്കി പിടിക്കുന്നിടത്തോളം കണക്ഷൻ കൂടും, വയറ് കൂടും. ഇത് കട്ട് ചെയ്ത് എടുക്കുമ്പോഴത്തേന് ഇയാളൊരു പരുവത്തിലാവും. അതന്നെ ഇത് പോവാൻ കൂട്ടാക്കൂല. കാരണം പോയിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാകുന്നു എന്ന് ആർക്കറിയാം? ഈ റൂഹിനറിയാം. അപ്പൊ അത് പരമാവധി ശരീരത്തിനെ മുറുക്കി പിടിക്കും. മലായിക്കത്താണെങ്കിൽ അങ്ങോട്ടും വലിക്കും, ശരീരാണെങ്കിൽ ഇങ്ങോട്ടും പിടിക്കും. ആ പിടിവലിയാണ് അവസാനം നമുക്കറിയാലോ. മലായിക്കത്തും ശരീരം കൂടി പിടിവലി നടത്തിയാല് മലായിക്കത്തിന് ഇപ്പൊ ഒറ്റ പിടിക്കുന്ന കിട്ടിയിട്ടല്ല, കുറച്ച് ഇടങ്ങാറായിക്കോട്ടെ വെച്ചിട്ടാ, കുറച്ച് ബുദ്ധിമുട്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച. ഇങ്ങനെയാണ് മരണത്തിന്റെ വേദനയൊക്കെ. അപ്പൊ നമ്മൾ നിസ്സഹായമായ നോട്ടം ഈ മനുഷ്യനിലേക്ക് നോക്കും, അയാൾ നിങ്ങളിലേക്ക് നോക്കുന്നില്ല. നിങ്ങൾ വിചാരിച്ചത് ഒരു പോത്തിനെ അറുത്തിട്ടിന്റെ ശേഷം കാണാൻ പോത്ത് ഇങ്ങനെ നോക്കണം. നിങ്ങൾ വിചാരിച്ചപ്പോ നിങ്ങളെ കാണാൻ നോക്കുന്ന അത് നിങ്ങളെ കാണുന്നില്ല. അതിന് ഹർക്കത്ത് മദ്ബുഹ് എന്നാ പറയാം നമ്മൾ കിതാബിലൊക്കെ. അറുത്തിട്ടതിന്റെ ശേഷം ജീവിക്കുണ്ടാകുന്ന ഒരു ഹർക്കത്തുണ്ട്. അതിന് ഒന്നുമില്ല, അതിന് കണ്ണ് നോക്കൊന്നും കാണുന്നൊന്നുമില്ല. ഇതേ രൂപത്തിൽ ഈ മനുഷ്യൻ അങ്ങ് നോക്കുമ്പോ അയാൾ നിങ്ങളൊന്നുമല്ല നോക്കുന്നത്, അദ്ദേഹത്തിന്റെ നോട്ടം വേറെയാണ്. കാരണം അള്ളാഹുവാണ് നമ്മളെക്കാളും അയാളിലേക്ക് അടുത്ത് നിൽക്കുന്നത്. അപ്പൊ മൂപ്പര മുന്നിലുള്ളത് മലായിക്കത്താണ്, മൂപ്പര മുന്നിലുള്ളത് റഹ്മത്തിന്റെ മലായിക്കത്താണ്, അല്ലെങ്കിൽ അദാബിന്റെ മലായിക്കത്താണ്. നമ്മൾക്കൊക്കെ അള്ളാഹു തആല സുഖസമ്പൂർണമായ മരണം പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. പിന്നെ അള്ളാഹു ചോദിക്കുകയാണ്, ഇത് ശാസ്ത്രത്തോടൊരു ചോദ്യമാണ്. ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനീൻ, അള്ളാഹുവിന്റെ കൽപ്പനക്ക്, അള്ളാഹുവിന്റെ തീരുമാനത്തിന് നിങ്ങൾ വിധേയപ്പെട്ടവരായിരുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് തർജിഊനഹ, റൂഹനെ നിങ്ങൾക്ക് മടക്കാൻ സാധിക്കുന്നില്ല? ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ. നിങ്ങൾ അള്ളാഹുവിന്റെ തീരുമാനത്തിന് നിങ്ങൾ വിധേയരല്ല എന്ന് തീരുമാനിക്കുക. നമ്മൾ പറഞ്ഞത് പടച്ച റബ്ബ് വിചാരിച്ചത് ദുന്യാവിൽ നടക്കൂ, നമ്മളെ കാര്യത്തിൽ നടക്കൂ, നമുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലമുണ്ട്. ഇത് നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ഒരു ചോദ്യം അള്ളാഹു ചോദിക്കുന്നു, എന്തുകൊണ്ട് ഈ പോയ റൂഹിനെ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല? ഇത് ശാസ്ത്രത്തോടും കൂടിയുള്ളൊരു ചോദ്യമാണ്. മരിച്ച ഒരു വസ്തുവിനെ വീണ്ടും ഹയാത്തിലേക്ക് കൊണ്ടുവരാൻ ഇന്ന് വരെ എന്ത് ചെയ്തിട്ടില്ല?
ശാസ്ത്രത്തിന് സാധിച്ചിട്ടില്ല, സാധിക്കും ചെയ്യൂല, അത് കഴിയൂല. മരിച്ചതിന്റെ ശേഷം അവസാനത്തെ അതുണ്ടല്ലോ, ലാസ്റ്റ് ഒരു കനല്, ഒരു തീക്കനൽ, ആ തീക്കനല് എന്ത് ചെയ്യും? അതിങ്ങനെ കെട്ടുകൊണ്ടിരിക്കും. ആ കെടുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലെ, ഊതിയാൽ എന്ത് ചെയ്യും? അത് വീണ്ടും കനലായി മാറും. പക്ഷെ ആ ഊത്ത് ഏതുവരെ നടക്കുള്ളൂ? ലാസ്റ്റത്തെ ആ ഒരു പോയിന്റും കൂടി കെട്ടുകഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എങ്ങനെ ഊതിയിട്ടും കാര്യമില്ല, കത്തൂല. ഈ രൂപത്തിലാ മനുഷ്യന്റെ ആത്മാവ്. അത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല? അത് അള്ളാഹുവിന്റെ കയ്യിലെത്തി. ഇത് എന്താ റൂഹ് എന്ന് ഒരുപാട് കാലം പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്, ശാസ്ത്രം ചർച്ച ചെയ്തിട്ടുണ്ട്. ആർക്കും ഇതിനെപ്പറ്റി ഒരു പിടുത്തം കിട്ടിയിട്ടില്ല. കാരണം എന്താ പറയാ, അത് പിടുത്തം കിട്ടൂല എന്ന് അള്ളാഹു ആയിന്നെ പറഞ്ഞിട്ടുണ്ട്. വയസ്അലൂനക അനിർ റൂഹ് ഖുൽ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. ജൂതന്മാർ നിങ്ങളോട് ചോദിക്കും അനിർ റൂഹ്, റൂഹിനെ സംബന്ധിച്ച് ചോദിക്കും, എന്താ ആത്മാവ് എന്ന് ചോദിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിയാണോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി വന്ന ജൂതന്മാർ ചോദിച്ചു, എന്താ റൂഹ്? എന്താ? മുൻ വേദങ്ങളിലൊക്കെ റൂഹിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിന് മാത്രം അറിയുന്ന ഒരു കാര്യമാണ് ആത്മാവ്. അതിനെക്കുറിച്ച് ദുന്യാവിൽ ഒരാൾക്കും അറിയിച്ചു കൊടുത്തിട്ടില്ല. അത് അറിയും എന്ന് ആരെങ്കിലും വാദിച്ചോ അവൻ കള്ളനാകുന്നു എന്നാണ് മുൻ വേദങ്ങളിൽ മുഴുവൻ പറഞ്ഞിട്ടുള്ളത്. ഇത് വെച്ചിട്ട് നബി തങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി ആര് വന്നു? ജൂതന്മാർ വന്നു. അവർ ചോദിച്ചു റൂഹിനെ സംബന്ധിച്ച്. അപ്പൊ റൂഹിനെ പറ്റി വല്ല അഭിപ്രായം പറഞ്ഞോ? അപ്പൊ മനസ്സിലാക്കാതെ ആരാണ്? ഇത് കള്ളനാണ്. അപ്പൊ ഒരു ഉസ്താദിനോടാണ് ചോദിക്കണമെങ്കിൽ ഇപ്പൊ എന്താ പറയുക, എനിക്ക് തീരെ കിട്ടില്ല എന്ന് പറഞ്ഞ ഒരു ബോറല്ലെന്ന് വിചാരിച്ചു കണ്ട് അയാൾ ബൈക്കണമാരൊക്കെ ചിലപ്പോൾ ഒപ്പിച്ചു നോക്കി കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒപ്പിച്ചില്ല. ചോദിച്ചു. എന്ത് ചോദിച്ചു? വയസ്അലൂനക അനിർ റൂഹ്, റൂഹിനെ കുറിച്ച് നിങ്ങളോട് ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്താ പറയേണ്ടത്? ഖുൽ റൂഹു മിൻ അംരി റബ്ബി, റൂഹ് എന്ന് പറയുന്നത് എന്റെ റബ്ബിന്റെ കാര്യങ്ങളിൽ പെട്ടതാണ്, അത് ആർക്കും അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടില്ല. ഈ മറുപടി കേട്ടപ്പോ ജൂതന്മാർ കുറച്ചേരം ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കിയ. കാരണം എന്താ? ഈ മറുപടി കിട്ടിയ ഇയാൾ യഥാർത്ഥ നബിയാന്നാണ് അതിന്റെ അർത്ഥം. ഈ മറുപടി കിട്ടിയാൽ ഒപ്പിച്ചോ എന്നാൽ ഇയാൾ കളവാന്ന അർത്ഥം. അവസാനം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പറഞ്ഞു, ഈ പറഞ്ഞത് ശരി തന്നെയാണ്, പക്ഷെ എന്നാലും ഈ നബി അല്ലായിരുന്നു. അപ്പൊ ഇത് പഴക്കുന്ന് വിചാരിച്ച് ചോദിച്ചാണ്, പക്ഷെ എന്നാലും നബിയല്ല. അവസാനം അത് പറഞ്ഞുകൊണ്ട് പോയി. അപ്പൊ റൂഹ് അള്ളാഹു ആർക്കും അറിയിച്ചു കൊടുത്തിട്ടില്ല. പിന്നെ അതൊരു പ്രത്യേക സംഗതിയാണ്. ആദം നബി അലൈഹി സ്വലാമിന് അള്ളാഹു ആദ്യം ഉണ്ടാക്കിയത് പ്രതിമന്റെ മാതിരിയാണെന്നാ. പ്രതിമന്റെ മാതിരി, അതായത് ഒരു മോഡൽ ഉണ്ടാക്കി അതിന്റെ കണ്ണും മൂക്കും ഒക്കെ വെച്ചു. പക്ഷെ ജീവൻ എന്ന് പറഞ്ഞ സാധനം ഇതില്ലായിരുന്നു. പിന്നെ അള്ളാഹു തആല അതില് റൂഹനിട്ടു. റൂഹിട്ടതോടുകൂടെ മണ്ണും മറ്റും ഒക്കെ മാറിയിട്ട് അത് പെട്ടെന്ന് എന്തായി? അത് മുഴുവനും ഇറച്ചിയും എല്ലും രക്തവും ഇന്നത്തെ രൂപത്തിലുള്ള രൂപം, അത് റൂഹന് ചെന്നപ്പോഴാണ് അതുണ്ടായത്. പിന്നെ നമ്മളൊക്കെ മണ്ണുകൊണ്ടാ സൃഷ്ടിക്കപ്പെട്ടത് പറഞ്ഞാല് ആദം നബി അലൈഹി സ്വലാം മണ്ണുകൊണ്ടാണെന്നാണ് അതിന്റെ അർത്ഥം. അവിടുന്നുള്ള പോരലാണേ അറിയൂ. അല്ലാതെ പിന്നെ ഓരോരുത്തരും മണ്ണുകൊണ്ട് സൃഷ്ടിച്ചപ്പോ നമുക്ക് അറിയാലോ, അങ്ങനെ എല്ലാം അറിയാലോ. അതാണ് നാം മണ്ണുകൊണ്ട്, നമ്മളുടെ ഉത്ഭവം മണ്ണിൽ നിന്നാകുന്നു എന്നാണ് അർത്ഥം. നാം മരിച്ചു പോയാൽ പിന്നെ മണ്ണിലേക്ക് തന്നെ മണ്ണായി തന്നെയാണ് പോകുന്നതും. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ എന്ന് പറയുന്നത് അതാണ്. അപ്പൊ അന്ന് മുതൽ റൂഹ് എന്താന്ന് ആർക്കും അറിഞ്ഞൂടാ. അള്ളാഹു ചെയ്തൊരു സംഗതിയാണ്. ഈ റൂഹ് അള്ളാഹു കൊടുക്കുന്നത് ചില ആളുകൾക്ക് ഉമ്മ വാപ്പാമാരുടെ വഴിയിലൂടെ കൊടുക്കും, ചില ആളുകൾക്ക് അതില്ലാതെ കൊടുക്കും. ഈസാ നബി അലൈഹി സ്വലാമിനെ അള്ളാഹു സൃഷ്ടിച്ചത് എങ്ങനെയായിരുന്നു? ആരാ ഈസാ നബിന്റെ വാപ്പ? വാപ്പല്ല, ഉമ്മ മാത്രമേ ഉള്ളൂ. പക്ഷെ അള്ളാഹു ഡയറക്റ്റ് ആയിട്ട് റൂഹിട്ട് കൊടുത്തു. അതുകൊണ്ട് ഈസാ നബിനെ സംബന്ധിച്ച് എന്ത് പറയുന്നു? റൂഹുൽ ഖുദുസ് എന്ന് പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നുണ്ട്. നമുക്കൊക്കെ ആത്മാവ് അല്ലാഹ് തന്നെയാണെങ്കിലും ഈസാ നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ച് വറൂഹും മിൻഹു എന്ന് ഖുർആനിൽ പല സ്ഥലത്തും കാണാം അള്ളാഹു ആത്മാവ് കൊടുത്തു. അതെന്താ പറയുക? ഡയറക്റ്റ് ആത്മാവ് കൊടുത്തതാണ്, വേറെ ഒരു ആളെ വാസ്യത്തിലൂടെ കൊടുത്തതല്ല. 4 രൂപത്തിലാണ് ഇവിടെ ആകെ സൃഷ്ടിക്കാൻ സാധിക്കുക, സങ്കല്പിക്കാൻ സാധിക്കുക. ഇത് 4 അള്ളാഹു ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് ഇല്ലേ? ഒന്ന് ഉമ്മയും ഉപ്പയും ഉള്ള സൃഷ്ടിപ്പ്, അതാണ് ലോകത്ത് 99.3% ആൾക്കാരെയും സൃഷ്ടിപ്പ് അങ്ങനെയാണ്. പക്ഷെ അള്ളാഹു തആലക്ക് അതിന്റെ ആവശ്യമില്ല, ഉമ്മ ഇപ്പില്ലെങ്കിലൊക്കെ സൃഷ്ടിക്കാം. അതിനുവേണ്ടി അള്ളാഹു ഓരോ സാമ്പിൾ കാണിച്ചു തന്നു. ഉമ്മയും ഉപ്പയും ഇല്ലാത്തൊരു സൃഷ്ടിപ്പ് അള്ളാഹു കാണിച്ചു. ആരാ? ആദം നബി അലൈഹി സ്വലാം. ഉപ്പ മാത്രമുണ്ട്, ഉമ്മ ഇല്ലാത്തൊരു സൃഷ്ടിപ്പ് അള്ളാഹു കാണിച്ചു. ആരാ? ഇല്ല. ഉപ്പ മാത്രമുണ്ട്, ഉമ്മ ഇല്ലാത്തൊരു സൃഷ്ടിപ്പ് അള്ളാഹു സൃഷ്ടിച്ചു. ആരാ? ഹവ്വാ ബീവി. ആദം നബി അലൈഹി സ്വലാമിൽ നിന്ന് എടുത്തിട്ട് ഹവ്വാ ബീവിനെ സൃഷ്ടിച്ചു. അപ്പൊ ഉപ്പ ഉണ്ടായി, ഉമ്മല്ല. ഉമ്മ മാത്രമുണ്ട്, ഉപ്പല്ല. അങ്ങനത്തെ ഒരു സൃഷ്ടിപ്പും അള്ളാഹു കാണിച്ചു തന്നു. ആരാ? ഈസാ നബി അലൈഹി സ്വലാം. പിന്നെ ഉമ്മ ഉപ്പയുള്ള സൃഷ്ടിപ്പ് അള്ളാഹു കാണിച്ചു തന്നു. തയ്യിക്കുന്ന മനുഷ്യന്മാരൊക്കെ തന്നെയാണ്.
അപ്പൊ ഇതിനേതില്ല, അള്ളാഹു തആലക്ക് ഇതിന്റെ ആവശ്യമില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ്. കണ്ടോ, ആദം നബി അലൈഹി സ്വലാമിന്റെ ശരീരത്തിന്റെ ഒരു ചെറിയ ഭാഗം എടുത്തിട്ടാണ് ഇത് ഹവ്വാ ബീവിനെ സൃഷ്ടിച്ചത്. ഒന്നാമത്തെ ക്ലോണിങ് മനുഷ്യൻ ഹവ്വാ ബീവിയാ ശരിക്കും. ശരീരത്തിന്റെ കോശത്തിൽ നിന്നൊരു ചെറിയ ഭാഗം എടുത്തിട്ടാണ് എന്ത് ചെയ്ത് ഹവ്വാ ബീവിനെ സൃഷ്ടിച്ചത്. അതാണ് ക്ലോണിങ് അല്ലേ? അപ്പൊ ഇതൊക്കെ ഇസ്ലാമിൽ കുറെ മുമ്പ് തന്നെ ക്ലോണിംഗ് ഒക്കെ, അതിന് പേരിപ്പോ പുതിയ വന്നേ ഉള്ളൂ. ഇങ്ങനെയാണ്. അപ്പൊ ഈ ആത്മാവിനെ കുറിച്ച് ആർക്കും അറിയില്ല. ഇതുപോലെ റൂഹ് എന്ന് ഈ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. പണ്ഡിതന്മാര് പിന്നെ ഇതേക്കുറിച്ച് കുറെ ചർച്ച ചെയ്തു. എന്താണ് റൂഹ്? പഴയ കാലത്ത് പിന്നെ അന്നത്തെ ഇസ്ലാമിക ശാസ്ത്രകാരന്മാർ പറഞ്ഞിരുന്ന എന്താ അറിയോ? ഇസ്ലാമിക അല്ലാത്ത ശാസ്ത്രകാരന്മാർ റൂഹ് എന്ന് പറയുന്നത് ശരീരമായിട്ട് ബന്ധമൊന്നുമില്ല, അത് റിമോട്ട് കൺട്രോൾ മാതിരി സാധനമാണ്. അപ്പൊ നിങ്ങളുടെ റൂഹ് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലല്ല ഉള്ളത്, ദേഹത്തല്ല, അത് പുറത്താണ്. അതായത് അവിടെ ഇങ്ങനെ കാറ് വെച്ചിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ആക്കുമല്ലോ, ഈ കുട്ടികളെ റിമോട്ട് കൺട്രോൾ കണ്ടിട്ടില്ലേ? അവിടെ ഒരു കാറ് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ സ്വിച്ച് വെക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പോകും. ഇതേമാതിരി റൂഹ് നമ്മുടെ ശരീരത്തിലൊന്നല്ല, അത് വേറെ എവിടെയോ നിൽക്കുന്ന ഒരു സാധനമാണ്. അവിടെ നിന്ന് ഇങ്ങനെ ഓർഡർ വിടുക, അതിനനുസരിച്ച് ഇവിടെ ഇങ്ങനെ നമ്മളിങ്ങനെ ഇളകി കൊടുക്കുക. ഇതാണ് റൂഹ് എന്നാണ് ഒരു വിഭാഗം മനസ്സിലാക്കിയത്. വേറെ വിഭാഗം മനസ്സിലാക്കിയത് റൂഹ് എന്ന് പറയുന്നത് നമ്മുടെ നിറം അല്ലെങ്കിൽ നമ്മളുടെ രൂപം ആകൃതിയൊക്കെ പോലെ ഒരു സ്വയം നിലനിൽപ്പില്ലാത്തൊരു സാധനമാകുന്നു എന്നാണ് മനസ്സിലാക്കിയത്. ഈ രണ്ടും തെറ്റായിരുന്നു. റൂഹ് എന്ന് പറയുന്നത് സ്വയം നിലനിൽപ്പുള്ളൊരു സാധനമാണ്. പക്ഷെ നമ്മുടെ ശരീരത്തിൽ അത് എങ്ങനെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. റൂഹിന് സ്വയം നിലനിൽപ്പുണ്ട്, കാരണം ശരീരം നശിച്ചാലും ഏത് നശിക്കുന്നില്ല? റൂഹ് നശിക്കുന്നില്ല. അപ്പൊ റൂഹ് സ്വയം നിലനിൽക്കുന്ന ഒരു വസ്തുവാകുന്നു. പക്ഷെ അത് നിലനിൽക്കുന്നു നമ്മുടെ ശരീരത്തിൽ എങ്ങനെ നിൽക്കുന്നു എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഇതൊക്കെ കാണുന്നത് ഈ റൂഹ് കൊണ്ട് മാത്രമാകുന്നു. ഞാൻ ചോദിക്കട്ടെ, ഒരാൾ മരണപ്പെട്ടു, ആ മരിച്ചതിന്റെ ശേഷം ഇയാളെ ശരീരത്തിൽ നിന്ന് റൂഹ് പോയി. പക്ഷെ നിങ്ങൾ അയാളെ പൂർണ്ണമായി പരിശോധിക്കുക, അയാളെ ശരീരത്തിൽ നിന്ന് ഒരു നഖം കുറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഒരു രോമം കുറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഒരു കറുത്ത ഒരു പൊട്ട്, ഒരു കാക്കാപ്പുള്ളി അയാളുടെ ശരീരത്തിൽ നിന്ന് പോയിക്കണോ? ഇല്ല. പിന്നെ എന്താണ് ശരീരത്തിൽ നിന്ന് പോയത് റൂഹാണ്. പക്ഷെ എന്താണ് പോയതെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഇയാളുടെ ഭാരം കൂടിയിട്ടുള്ളൂ, കുറഞ്ഞിട്ടില്ല. പക്ഷെ പിറ്റേ ദിവസം അയാൾ വാസനിക്കാൻ തുടങ്ങും. ഈ റൂഹ് ഉണ്ടായിട്ടാണ് ഇപ്പൊ നമ്മൾ മണക്കാത്തത്. റൂഹ് ഉണ്ടായിട്ടും ചെറിയ മണം ഉണ്ടാകുന്നത് കുളിക്കേറ്റാണ്. ഈ റൂഹ് ഉള്ളത് കൊണ്ടാണ് നമ്മെ വാസനിക്കാത്തത്. റൂഹ് പോയി കഴിഞ്ഞാൽ പിന്നെ ശരീരം എന്ത് ചെയ്യും? അത് തൊട്ട അടുത്ത സമയമായ ഖലാസ്, അത് പിന്നെ വാസനിച്ച് അടുക്കാൻ കഴിയാത്ത രൂപം വരും. അപ്പൊ എന്താണ് ഈ സാധനം എന്ന് മനുഷ്യന് ഇന്ന് വരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇതാണ് തൊണ്ടക്കുഴിയിലെത്തുന്നതും അതാണ് പോകുന്നതും അതാണ് എല്ലാ സാധനങ്ങളും. കഴിഞ്ഞു. അപ്പൊ അള്ളാഹു നമ്മുടെ ഏറ്റവും പിന്നെ അള്ളാഹു ചോദിക്കണം, നിങ്ങൾ അള്ളാഹുവിന്റെ തീരുമാനത്തിന് വിധേയരായവർ ആയിരുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് റൂഹിനെ മടക്കിക്കൊണ്ടുവരാൻ സാധിക്കുന്നില്ല? പിന്നെ കഴിഞ്ഞു. ഇനി നാം പറയുകയാണ്, ഈ മൂന്ന് വിഭാഗം ആളുകളിലേക്ക് ഒന്നും കൂടി മടങ്ങി വരികയാണ്. ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ, അപ്പോൾ ഈ മയ്യത്ത്, ഈ മരണപ്പെട്ട വ്യക്തി, അവൻ ആ മുഖറബീങ്ങളിൽ പെട്ടവനാണെങ്കിൽ, ഏതാ മുഖറബീങ്ങൾ? നമ്മൾ നമ്മുടെ ഈ സൂറത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ആരാ? അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിച്ച ഒന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ ഫറൗഹും വറൈഹാനും വജന്നതു നഈം, ഈ മൂന്ന് കാര്യങ്ങളും അയാൾക്ക് കിട്ടാൻ പോകുന്നതാണ്. ഫറൗഹുൻ, ഒന്ന് അയാൾക്ക് ആശ്വാസം കിട്ടും. ഇവിടെ കുറെ ബുദ്ധിമുട്ടിയാൽ അവർക്ക് ആശ്വാസം അവിടെ കിട്ടും. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ജൗസി പറഞ്ഞ ഒരു സംഭവം ഞാൻ പറയാം. നിങ്ങള് എന്നെ ഏറ്റവും ആകർഷിച്ച, ഇബ്നു ജൗസി പറയാ, എന്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും ആകർഷിച്ച ഒരൊറ്റ സംസാരമുണ്ട്. എന്താണ് ആ സംസാരം? അതൊരു പണ്ഡിതന്റെ മുൻപ് കഴിഞ്ഞു പോയൊരു വലിയന്റെ സംസാരമാണ്. അയാൾ പറഞ്ഞത് എന്താ അറിയോ? മശഖത്തു ത്വാഅത്തി തസൂൽ, ഇബാദത്ത് ചെയ്യുമ്പോഴുണ്ടാവുന്ന പ്രയാസം അത് നീങ്ങും, മരണത്തോടു കൂടെ നീങ്ങും. വയബ്ഖ അജ്റുഹ, അതിന്റെ കൂലി അവിടെ ഉണ്ടാവും ചെയ്യും. വലദ്ദത്തു ത്വാഅത്തി തസൂൽ ലദ്ദത്തുൽ മഅസിയത്തി തസൂൽ, ഈ പിന്നെ ഇവിടെ തെമ്മാടിത്തം ചെയ്യുമ്പോഴുണ്ടാവുന്ന ഒരു സുഖം അതും നീങ്ങും. രണ്ടും നീങ്ങാനുള്ള. ഇബാദത്ത് ചെയ്യുമ്പോഴുള്ള പ്രയാസം അത് മരണത്തോടു കൂടെ ഖലാസ് നീങ്ങിപ്പോയി. ഇവിടെ പിന്നെ സുഖിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ തമ്മാടിത്തരം ചെയ്ത് ജീവിക്കുന്ന ആളുകളുടെ ആ സൗകര്യം അതും മരണത്തോടു കൂടി രണ്ടും നീങ്ങാനുള്ളതാണ്. വയബ്ഖാ വിസ്റുഹ, അതിന്റെ കുറ്റം എന്താവും ചെയ്യും? അവശേഷിക്കും ചെയ്യും. ഇത് എന്നെ ഏറ്റവും ആകർഷിച്ച വാക്കാകുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ജൗസി റഹ്മഹുല്ലാഹു തആല പറയുകയുണ്ടായി. അപ്പൊ ഒന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ടാൽ ഫറൗഹുൻ, അയാൾ ആശ്വാസമുള്ളവനാകുന്നു, അയാൾ ആശ്വാസത്തില. വറൈഹാനുൻ, സുഖസമ്പൂർണമായ ജീവിതത്തിലുമാണ്. റൈഹാൻ എന്ന് പറഞ്ഞാൽ സുഖസമ്പൂർണമായ ജീവിതം എന്നർത്ഥമുണ്ട്. റൈഹാൻ എന്ന് പറഞ്ഞാൽ പരിമളം എന്നും അർത്ഥമുണ്ട്. എന്താ പരിമളം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ?
അതന്നെ നല്ല സമ്പൂർണമായ നല്ല സുഖവാസനകളിലുമാകുന്നു. അതൊരർത്ഥാണ് സുഖ ജീവിതത്തിലാകുന്നു എന്നൊരർത്ഥം. വജന്നത്തു നഈം, ആനന്ദം തുടിക്കുന്ന തോപ്പുകളിലും സ്വർഗങ്ങളിലുമാകുന്നു അവർ. ഇത് ആർക്കാണ്? മുഖറബീങ്ങൾക്ക്. ഇനി 2, വഅമ്മാ ഇൻ കാന മിൻ അസ്ഹാബിൽ യമീൻ, അപ്പോൾ അവൻ അസ്ഹാബുൽ യമീനിൽപ്പെട്ട ആളാണെങ്കിൽ, അസ്ഹാബുൽ യമീൻ വലത് വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിൽ, ഫസലാമുൽ ലക മിൻ അസ്ഹാബിൽ യമീൻ, വലത് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യ നിനക്കാകുന്നു സലാം, നിനക്കാകുന്നു രക്ഷ. ഫസലാമുൽ ലക മിൻ അസ്ഹാബിൽ യമീൻ, വലത് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യ നിനക്കാകുന്നു സലാം. ഇനി 3-ാമത്തേത് വഅമ്മാ ഇൻ കാന മിനൽ മുകദ്ദിബീന ദ്ദാല്ലീൻ, അപ്പോൾ അല്ലാഹുവിനെ കളവാക്കുകയും വഴികേടായി പോവുകയും ചെയ്യുന്ന ആളുകളെ കൂട്ടത്തിൽപ്പെട്ടവനാണെങ്കിൽ, ഫനുസുലും മിൻ ഹമീം, അയാൾക്ക് ചുട്ട് തിളക്കുന്ന വെള്ളം കൊണ്ടുള്ള സൽക്കാരമുണ്ട്. നുസുൽ എന്ന് പറഞ്ഞാൽ വിരുന്ന് വന്നാൽ അവർക്കൊരു സൽക്കാരം കൊടുക്കും നമ്മൾ വീട്ടിൽ, അല്ലേ? കൊടുക്കലില്ലേ? കുറച്ച് റബ്ബേ, വീട്ടിൽ വിരുന്ന് വന്നാൽ സൽക്കാരം കൊടുക്കലില്ലേ? ഉണ്ട്. അത് പറയുന്നുണ്ട്. ഈ പ്രവാസികളാകെ മാറിയിരിക്കണം. ഇപ്പൊ അത് ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് അറിയില്ല. ഇപ്പൊ അത് ഇന്നാളെ സമത് പൂക്കോട്ടൂർ സാഹിബ് പറഞ്ഞ മാതിരി എന്താ മീന് 3 വട്ടം വില ചോദിച്ചാലും പോലും ചോദിക്കുന്നത് നിങ്ങൾ പ്രവാസിയാണാ. അപ്പൊ കൊടുക്കലുണ്ട്. അതിനാണ് നുസുൽ എന്ന് പറയുക. പക്ഷേ ഇയാൾക്ക് കിട്ടാൻ പോകുന്ന നുസുൽ ഫനുസുലും മിൻ ഹമീം, ചുട്ടു തിളക്കുന്ന വെള്ളം കൊണ്ടുള്ള ഒരു സൽക്കാരം അയാൾക്ക് അവിടെ ഉണ്ട് ചെന്നവുടൻ. വതസ്ലിയതു ജഹീം, പിന്നെ നരകത്തിലിട്ട് ചുട്ടെടുക്കലും അയാൾക്കുണ്ട്, അയാളെ തന്നെ. അത് 2-ാമത്തേത്. പിന്നെ അള്ളാഹു പറയാ, ഇന്ന ഹാദാ, ഈ ഇതുവരെ പറഞ്ഞ ഈ കാര്യം, ലഹു വഹഖുൽ യഖീൻ, അത് യാഥാർത്ഥ്യമായ സത്യമാകുന്നു, അതാണ് യഥാർത്ഥ സത്യം. ഹഖുൽ യഖീൻ ഇതാകുന്നു. അതുകൊണ്ട് ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അലീം, നിങ്ങളുടെ മഹാനായ റബ്ബിന്റെ പേരിനെ നിങ്ങൾ വാഴ്ത്തുക, പുകഴ്ത്തുക. ഇത് പറഞ്ഞാൽ സുബ്ഹാന റബ്ബിയൽ അലീം എന്ന് പറയല് സുന്നത്താണ്. എന്ന് പറഞ്ഞാണ് എല്ലാവരും സുബ്ഹാന റബ്ബിയൽ അലീം. അള്ളാഹുവിനെ പരിശുദ്ധമാക്കുക, അള്ളാഹുവിന്റെ നാമത്തെ പരിശുദ്ധമാക്കുക. 2 പരിശുദ്ധാക്കലുണ്ട്. ഒന്ന് അള്ളാഹുവിനെ പരിശുദ്ധമാക്കൽ. അതെങ്ങനെയാ അള്ളാഹുവിനെ പരിശുദ്ധമാക്കൽ? അള്ളാഹുവിനോട് ചേർക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അള്ളാഹുവിനെ ചേർക്കുക, അള്ളാഹു തആലനെ പരിഹസിക്കാതിരിക്കുക, അള്ളാഹുവിനെ കളിയാക്കാതിരിക്കുക, അള്ളാഹു തആലനെ കുറിച്ച് നല്ലത് മാത്രം നമ്മൾ വിശ്വസിക്കുക. ചീത്ത വിശ്വസിച്ചാല് എന്താ? അള്ളാഹ്ക്ക് പ്രശ്നമൊന്നുമില്ല, ഞമ്മക്കാണ് പ്രശ്നം. അത് വിശ്വസിക്കാതിരിക്കുക. അള്ളാഹുവിനോട് ചേർക്കാൻ പറ്റുന്ന, നിങ്ങൾ മദ്രസയിലൊക്കെ പഠിച്ചോളൂ, അള്ളാഹു തആലക്ക് വാജിബായ സിഫത്ത് എത്രയാണ്? എണ്ണം മറന്നിട്ടില്ല, ഞാൻ വിശദീകരിച്ച് ചോദിക്കണില്ല. മുസ്തഹീലായ സിഫത്ത് എത്രയാണ്? അത് 20. ജായിസായ സിഫത്ത് എത്രയാണ്? അത് മാത്രം ചോദിച്ചാൽ മതി. അള്ളാഹു തആലക്ക് ജായിസായ സിഫത്ത് 1. ഇങ്ങനെ അപ്പൊ ആ അള്ളാഹുവിനുള്ള 20 സിഫത്തുകൾ അള്ളാഹുവിനുണ്ട് എന്ന് വിശ്വസിക്കുക. നമ്മളൊന്നും ഇപ്പൊ ഈ ചെറിയ കാര്യം ചർച്ച ചെയ്യണില്ല. വലിയ വലിയ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് ചെറിയതൊന്നും പറയില്ല. നമസ്കാരത്തിന്റെ ശർത്തം പറഞ്ഞു ചോദിച്ചാലൊന്നും ചിലപ്പോൾ അറിയില്ല. അതങ്ങനെ യാന്ത്രികമായിട്ട് പോവാണ്. പക്ഷെ ഭയങ്കര വിഷയം നമ്മളെ ടി പി ചന്ദ്രശേഖര മതത്തിനെ പറ്റിയൊക്കെയുള്ള പ്രതികളെ പറ്റിയൊക്കെ വളരെ വ്യക്തമായ വിവരം ചിലപ്പോൾ നമുക്ക് ഉണ്ടാവും. പക്ഷെ നിസ്കാരത്തിന്റെ ശർത്തിനെ പറ്റിയുള്ള വിവരം അത്ര ഉണ്ടായിക്കൊള്ളുന്നില്ല. വലിയ ആൾക്കാർക്ക്, വലിയ വലിയ ഉസ്താദന്മാർക്കൊക്കെ മദ്രസയിൽ 1-ാം ക്ലാസ് പഠിപ്പിക്കാൻ പ്രയാസമാണ്. അതാണ് കാരണം, അതാണ് വലിയ പ്രയാസപ്പെട്ട സംഗതി. അപ്പൊ ഇത് പ്രാരംഭമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഏതാ കാര്യങ്ങൾ? അള്ളാഹുന്റെ വാജിബായ സിഫത്തുകൾ, മുസ്തഹീലായ സിഫത്തുകൾ. അപ്പൊ അള്ളാഹു തആലക്ക് മുസ്തഹീലായ സിഫത്ത് ഇത് അള്ളാഹ്ക്ക് ഇല്ല എന്ന് വിശ്വസിക്കുക. വാജിബായ സിഫത്ത് അത് അള്ളാഹ്ക്ക് ഉണ്ട് എന്ന് വിശ്വസിക്കുക. ജായിസായ സിഫത്ത് അത് അള്ളാഹ്ക്ക് ജായിസാന്ന് വിശ്വസിക്കുക. പിന്നെ അള്ളാഹു പറഞ്ഞത് കേട്ട് നടക്കുക. ഇതന്നെ അള്ളാഹു തആലനെ പരിശുദ്ധമാക്കാനാണ്. അള്ളാഹുവിന്റെ പേരിനെ പരിശുദ്ധമാക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പേരിനെ അപമാനിക്കാതിരിക്കുക. അള്ളാഹുവിന്റെ പേരെഴുതിയ നിങ്ങൾ ഈ അറബി പത്രങ്ങളൊക്കെ പിന്നെ മറ്റേ ഈ ഇതുണ്ടല്ലോ ചോറ് വെക്കാൻ വേണ്ടി ഇരിക്കണേ, നല്ലോണം ശ്രദ്ധിക്കണം. അതിലൊക്കെ എന്നും ഏതാണ് ആയത്തുകളും ഹദീസുകളും. അതുപോലെ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതില്ലാത്ത പത്രങ്ങൾ തിരഞ്ഞെടുക്കുക. ഈ ഇവിടുന്ന് ഇറങ്ങുന്ന പത്രങ്ങളുണ്ടല്ലോ, അത് മിക്ക പത്രത്തിലും അതുണ്ട്. അതില്ലാത്ത പത്രം ഇവിടെ ഇപ്പോ അൽഹയാത്ത് പത്രവും ഷർഖുൽ ഔസത്ത് പത്രവും അതിൽ കമ്മിയാണ്. അത് ഇന്റർനാഷണൽ പത്രങ്ങളാണ്. ഷർഖുൽ ഔസത്തും അൽഹയാത്ത് പത്രങ്ങൾ. മറ്റു ഇവിടെ നിന്ന് ഇറങ്ങണ ഈ റിയാദ് പത്രം, മറ്റേ ഈ കുറെ ഇവിടുത്തെ ആൾക്കാരെ ഫോട്ടോ ഉണ്ടാവും. അതിലൊക്കെ ആയത്ത് കുറെ ഉണ്ടാവും എന്നർത്ഥം ചുരുക്കത്തില്. ഈ മറ്റുള്ള അപ്പൊ നിങ്ങൾ മലയാള പത്രങ്ങൾ ഉപയോഗിക്കുക.
മറ്റു പത്രങ്ങളും എന്താ അതൊക്കെ സബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അളീപ്പെട്ട. ഇതിപ്പോ നമ്മൾ ഇങ്ങനെ താക്കിയിട്ട് എന്താ ചെയ്യുക? ഇന്നലില്ലാ റാജു എന്നുണ്ടാവും, ബശരില്ല ദിനാമനു എന്ന് പറഞ്ഞാണ്ട് മരിച്ച ആൾക്കാരെ എല്ലാതും ഉണ്ടാവും. അതെല്ലാം കൂടി കെട്ടി പൊഴിഞ്ഞുകാണ്ട് അതിൽ ഏത് കോയിന്റെ മുള്ളൊക്കെ ഇട്ടുകാണ്ട് അല്ല കോയിന്റെ എല്ലാം കെട്ടുകാണ്ട് നമ്മളാണ് കൊണ്ടായിട്ട് ഒഴിവാക്കുകയാണ്. ഇത് അള്ളാഹുവിന്റെ പേരിനെ പരിശുദ്ധമാക്കുക എന്ന് പറഞ്ഞതിനെതിരാണ്. അള്ളാഹുവിന്റെ പേരെഴുതിയ സാധനം നിങ്ങളെ കയ്യിലുണ്ടോ, നിങ്ങൾ കക്കൂസിലേക്ക് അതിട്ട് പോവാതിരിക്കുക, അതിന്മേ ചവിട്ടാതിരിക്കുക, അത് വലിച്ചെറിയാതിരിക്കുക. ഇത് അള്ളാഹുവിന്റെ പേരിനെ പരിശുദ്ധമാക്കലാണ്. അങ്ങനെ അള്ളാഹിനെ പരിശുദ്ധമാക്കലുണ്ട്, അള്ളാഹുവിന്റെ പേരിനെ പരിശുദ്ധമാക്കലുണ്ട്. അങ്ങനെ നിങ്ങൾ പരിശുദ്ധമാക്കുക. ഈ ആയത്തിറങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇജ്അലൂഹാ ഫീ റുകൂഇക്കും, ഈ ഒടുവിലിറങ്ങിയ ആയത്ത് നിങ്ങൾ റുകൂഇലാക്കി കളിയെന്ന് പറഞ്ഞു. അതാണ് നമ്മൾ റുകൂഇൽ ഏത് ചെല്ലുന്നത്? സുബ്ഹാന റബ്ബിയൽ അളീം, സുബ്ഹാന റബ്ബിയൽ അളീം, സുബ്ഹാന റബ്ബിയൽ അളീം. അങ്ങനെ സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല എന്നത് ഇറങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇജ്അലൂഹാ ഫീ സുജൂദിക്കും, ഇത് നിങ്ങൾ സുജൂദിലാക്കി കളി. അങ്ങനെയാണ് സുജൂദിൽ എന്ത്? സുബ്ഹാന എന്താ ചില സുജൂദില് സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അളീന അഅലാന അഅല വബിഹംദിഹി, അത് സുജൂദിലാണ്. ഇതൊക്കെ എന്താ പറയുക, ഇതൊക്കെ നടന്നു നോക്കിയാൽ നിരന്ന വളർന്ന മാതിരി ഓരോരുത്തരെ പിടിച്ച് ചോദിച്ചാൽ ചിലപ്പോൾ ഇതൊക്കെ പ്രശ്നമാണ്. നമ്മൾ മൊത്തത്തിൽ ചോദിക്കുക നല്ലത്. സുബ്ഹാന റബ്ബിയൽ അഅല സുജൂദില്, സുബ്ഹാന റബ്ബിയൽ അളീം റുകൂഇല്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്തിറങ്ങിയപ്പോ പറഞ്ഞു ഇജ്അലൂഹാ ഫീ റുകൂഇക്കും, മറ്റേ ആയത്തിറങ്ങിയപ്പോ പറഞ്ഞു ഇജ്അലൂഹാ ഫീ സുജൂദിക്കും, അത് നിങ്ങൾ സുജൂദിലാക്കുക. അപ്പൊ ഇത് കേട്ടാൽ നമുക്കൊക്കെ ഇത് ചെല്ലൽ സുന്നത്താണ്. ഏത്? സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി എന്ന് പറയൽ സുന്നത്താകുന്നു. ഇനി വാഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മളെ സമ്മാന അത് നമുക്ക് 5 മിനിറ്റ് കൊണ്ട് പിന്നെ യാസീൻ ഓതലും ദുആവും കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞാൽ പിരിച്ചുവിടും. പിന്നെ കമ്മിറ്റിയിൽപ്പെട്ട ആളുകൾ ഇവിടെ ഇരിക്കണം. അത് സംബന്ധിച്ച് നമ്മളെ സെക്രട്ടറി നമ്മള് കാസർഗോഡ് കുറെ പറക്കാൻ നോക്കൂ. അതിന് പറക്കാൻ കഴിയുമോ? പറക്കാൻ കഴിയില്ല. ഇതേ രൂപത്തിൽ നമ്മുടെ റൂഹിനെ ശരീരത്തിൽ നാം ബന്ധിപ്പിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അള്ളാഹു ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ റൂഹിനെ നമ്മൾ ഭക്ഷണവും കൊടുത്തില്ലെങ്കിൽ, റൂഹിനെ പരിപോഷിപ്പിച്ചില്ലെങ്കിൽ, റൂഹ് പോകേണ്ടടുത്തേക്കൊന്നും റൂഹിന് പോകാൻ സാധിക്കൂല. ശരീരം റൂഹിനെ ഇങ്ങോട്ട് മുറുക്കി പിടിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഔലിയാക്കളൊക്കെ എന്താ ചെയ്യല് അറിയോ? ശരീരം ശ്രദ്ധിക്കാതിരിക്കുക ചെയ്യുക. റൂഹ് പോകേണ്ട വഴിക്ക് റൂഹ് പോയിക്കോട്ടെ എന്ന് തീരുമാനിക്കും. അങ്ങനെ റൂഹിന് വേണ്ട ഭക്ഷണങ്ങളെല്ലാം അവർ കൊടുക്കും. റൂഹിന് വേണ്ട ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രോസ്റ്റൊന്നുമല്ല. എന്താണ്? ഇബാദത്തുകള്, ദിക്റുകള്, ദുആകള്, ഖുർആൻ പാരായണം, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. ഇത് കൊടുക്കുന്നിടത്തോളം റൂഹിന് സ്വാതന്ത്ര്യം കൂടുകയാണ്. റൂഹിന് സ്വാതന്ത്ര്യം കൂടിയാൽ ശരീരത്തിന്റെ ഭാരം റൂഹ് അറിയുന്നില്ല. അവിടേക്ക് എത്തിയാലാണ് ഔലിയാക്കന്മാരെ, അയാള് എവിടെ ഉണ്ടായിരുന്നു? അയാള് എന്താ പറയാ, ഹറമിലുണ്ടായിരുന്നു ളുഹുർക്ക്. പിന്നെ അസർക്ക് നോക്കുമ്പോ കണ്ടപ്പോൾ അയാൾ എവിടെ? നാട്ടില്. ഇപ്പൊ ഈ എയർ ഇന്ത്യന്റെ സമരത്തിന്റെ ഇടയിലാ പതി. എങ്ങനെയാണ് അയാളോടത്ത്? എന്താ സംഭവം? റൂഹ് പോവും, ശരീരത്തിന്റെ ഭാരം അറിയുന്നില്ല. നിങ്ങൾ വലിയ ഒരു പക്ഷി, ഒരു പ്രാവല്ല, എന്താ പറയാ, ഒരു പരുന്ത്. ആ പരുന്തിന്റെ കാലിൽ നിങ്ങൾ ഈ ഒരു കല്ല് കെട്ടി നീർക്കുക, എന്താ പരുന്ത് ചെയ്യാ? അത് കല്ലും കൊണ്ടാണ് പോവും അല്ലേ? ആ കല്ല് നിങ്ങൾ തുമ്പിമ്മ കെട്ടിയാൽ തുമ്പി എന്ത് ചെയ്യും? അവിടെ നിൽക്കും, പോവാൻ കഴിയില്ല. ഇങ്ങനെയാ നിങ്ങൾ റൂഹിനെ നല്ലവണ്ണം പരിപോഷിപ്പിച്ചാൽ ശരീരത്തിന്റെ ഭാരം റൂഹിന് അറിയില്ല. അപ്പൊ റൂഹ് പോകേണ്ടടത്തേക്കൊക്കെ റൂഹ് പോകും, എത്തേണ്ടടത്തേക്കൊക്കെ എത്തും. അതിനാണ് ഈ കറാമത്ത്, ഔലിയാക്കൾ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ശരീരത്തെ ശ്രദ്ധിക്കുന്നിടത്തോളം റൂഹിന് ഭാരം കുറയും. അങ്ങനെ ശരീരത്തിന് എന്ത് ചെയ്യും? ഭാരം കൂടും. ശരീരത്തിന് ഭാരം കൂടിയാൽ പോകാൻ തീരും കഴിയൂല. നിങ്ങളൊന്നൊരു ചെറിയ കുട്ടികളും കൂടി ഒന്ന് ഓടിയൊക്കെ അപ്പൊ അറിയാം ശരീരത്തിന് ഭാരം കൂടിയാൽ എങ്ങനെ ഉണ്ട് കുഴപ്പം, എന്താ സാധിക്കുകയില്ല. ഇതാണ് റൂഹ് പരിപോഷിപ്പിച്ചാലുള്ള സുഖം. റൂഹിന് പിന്നെ അതിന്റെ ബാക്കി ഭാഗങ്ങൾ ഇനി വരുന്നുണ്ട്, ഞാൻ പറയാം. വനഹ്നു അഖറബു ഇലൈഹി മിൻകും, നാം ആകുന്നു നിങ്ങളെക്കാളും ഈ മരിക്കുന്ന വ്യക്തിയിലേക്ക് അടുത്തു നിൽക്കുന്നവൻ. വലാകില്ലാ തുബ്സിറൂൻ, പക്ഷെ നിങ്ങൾ അത് കണ്ടറിയുന്നില്ല. അതുകൊണ്ട് അവസാനം കണ്ണിൽ നിന്ന് റൂഹ് പോയാൽ ഇയാൾ അങ്ങനെ റൂഹിനെ നോക്കിക്കൊണ്ടേയിരിക്കും. ഇതിന്റെ ഒരുപാട് വിശദീകരണങ്ങൾ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഞാൻ സമയക്കുറവ് കൊണ്ട് ഇവിടെ അത് വിശദീകരിക്കുന്നില്ല. ഇതാണ് റൂഹിന്റെ അവസ്ഥ. റൂഹിന് നമ്മൾ ഭക്ഷണവും കാര്യങ്ങളും കൊടുത്താൽ റൂഹ് എന്ത് ചെയ്യും? ഉയരും. അങ്ങനെ വരുമ്പോ എന്താണെന്നറിയോ? റൂഹിന് ശരീരവുമായുള്ള ബന്ധം കുറവാണെങ്കിൽ റൂഹ് പിടിക്കുന്ന മലായിക്കത്തിന് എന്താ അറിയോ? ഒരു 2 വയറിന്റെ കണക്ഷൻ ഉണ്ടാവുള്ളൂ. ആരും തമ്മില് റൂഹും ശരീരവും തമ്മില്. അപ്പൊ ഈ റൂഹ് പിടിക്കുന്ന മലായിക്കത്തിന് ഈ രണ്ട് വയറ് കട്ട് ചെയ്താൽ മതിയാവും. അപ്പൊ ഇയാൾക്ക് വേദന കുറയും. ആർക്ക്? ഈ മരിക്കുന്ന ആൾക്ക്. വേറെ റൂഹ് തീരെ പരിപോഷിപ്പാക്കാത്ത ആളുകൾ റൂഹ് ശരീരത്തിനെ മുറുക്കി പിടിച്ചുകൊണ്ടിരിക്കും. അപ്പൊ മുറുക്കി പിടിക്കുന്നിടത്തോളം കണക്ഷൻ കൂടും, വയറ് കൂടും. ഇത് കട്ട് ചെയ്ത് എടുക്കുമ്പോഴത്തേന് ഇയാളൊരു പരുവത്തിലാവും. അതന്നെ
ഇത് പോവാൻ കൂട്ടാക്കൂല. കാരണം പോയിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാകുന്നു എന്ന് ആർക്കറിയാം? ഈ റൂഹിനറിയാം. അപ്പൊ അത് പരമാവധി ശരീരത്തിനെ മുറുക്കി പിടിക്കും. മലായിക്കത്താണെങ്കിൽ അങ്ങോട്ടും വലിക്കും, ശരീരാണെങ്കിൽ ഇങ്ങോട്ടും പിടിക്കും. ആ പിടിവലിയാണ് അവസാനം നമുക്കറിയാലോ, മലായിക്കത്തും ശരീരം കൂടി പിടിവലി നടത്തിയാല് മലായിക്കത്തിന് ഇപ്പൊ ഒറ്റ പിടിക്കാൻ കിട്ടിയിട്ടല്ല, കുറച്ച് ഇടങ്ങാറായിക്കോട്ടെ വെച്ചിട്ടാ, കുറച്ച് ബുദ്ധിമുട്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച. ഇങ്ങനെയാണ് മരണത്തിന്റെ വേദനയൊക്കെ. അപ്പൊ നമ്മൾ നിസ്സഹായമായ നോട്ടം ഈ മനുഷ്യനിലേക്ക് നോക്കും, അയാൾ നിങ്ങളിലേക്ക് നോക്കുന്നില്ല. നിങ്ങൾ വിചാരിച്ചത് ഒരു പോത്തിനെ അറുത്തിട്ടിന്റെ ശേഷം കാണാൻ പോത്ത് ഇങ്ങനെ നോക്കണം, നിങ്ങൾ വിചാരിച്ചപ്പോ നിങ്ങളെ കാണാൻ നോക്കുന്ന അത് നിങ്ങളെ കാണുന്നില്ല. അതിന് ഹർക്കത്ത് മദ്ബുഹ് എന്നാ പറയാം നമ്മളെ കിതാബിലൊക്കെ. അറുത്തിട്ടതിന്റെ ശേഷം ജീവിക്കുണ്ടാകുന്ന ഒരു ഹർക്കത്തുണ്ട്, അതിന് ഒന്നുമില്ല, അതിന് കണ്ണ് നോക്കൊന്നും കാണുന്നൊന്നുമില്ല. ഇതേ രൂപത്തിൽ ഈ മനുഷ്യൻ അങ്ങ് നോക്കുമ്പോ അയാൾ നിങ്ങളൊന്നുമല്ല നോക്കുന്നത്, അദ്ദേഹത്തിന്റെ നോട്ടം വേറെയാണ്. കാരണം അള്ളാഹുവാണ് നമ്മളെക്കാളും അയാളിലേക്ക് അടുത്ത് നിൽക്കുന്നത്. അപ്പൊ മൂപ്പര മുന്നിലുള്ളത് മലായിക്കത്താണ്, മൂപ്പര മുന്നിലുള്ളത് റഹ്മത്തിന്റെ മലായിക്കത്താണ്, അല്ലെങ്കിൽ അദാബിന്റെ മലായിക്കത്താണ്. നമ്മൾക്കൊക്കെ അള്ളാഹു തആല സുഖസമ്പൂർണമായ മരണം പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. പിന്നെ അള്ളാഹു ചോദിക്കാം, ഇത് ശാസ്ത്രത്തോടൊരു ചോദ്യമാണ്. ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനീൻ, അള്ളാഹുവിന്റെ കൽപ്പനക്ക്, അള്ളാഹുവിന്റെ തീരുമാനത്തിന് നിങ്ങൾ വിധേയപ്പെട്ടവരായിരുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് തർജിഊനഹ, റൂഹനെ നിങ്ങൾക്ക് മടക്കാൻ സാധിക്കുന്നില്ല? ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ. നിങ്ങൾ അള്ളാഹുവിന്റെ തീരുമാനത്തിന് നിങ്ങൾ വിധേയരല്ല എന്ന് തീരുമാനിക്കുക. നമ്മൾ പറഞ്ഞത് പടച്ച റബ്ബ് വിചാരിച്ചത് ദുനിയാവിൽ നടക്കൂ, നമ്മളെ കാര്യത്തിൽ നടക്കൂ, നമുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലമുണ്ട്. ഇത് നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഒരു ചോദ്യം അള്ളാഹു ചോദിക്കുന്നു, എന്തുകൊണ്ട് ഈ പോയ റൂഹിനെ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല? ഇത് ശാസ്ത്രത്തോടും കൂടിയുള്ളൊരു ചോദ്യമാണ്. മരിച്ച ഒരു വസ്തുവിനെ വീണ്ടും ഹയാത്തിലേക്ക് കൊണ്ടുവരാൻ ഇന്ന് വരെ എന്ത് ചെയ്തിട്ടില്ല? ശാസ്ത്രത്തിന് സാധിച്ചിട്ടില്ല, സാധിക്കും ചെയ്യൂല, അത് കഴിയൂല. മരിച്ചതിന്റെ ശേഷം അവസാനത്തെ അതുണ്ടല്ലോ, ലാസ്റ്റ് ഒരു കനല്, ഒരു തീക്കനൽ, ആ തീക്കനല് എന്ത് ചെയ്യും? അതിങ്ങനെ കെട്ടുകൊണ്ടിരിക്കും. ആ കെടുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലെ, ഊതിയാൽ എന്ത് ചെയ്യും? അത് വീണ്ടും കനലായി മാറും. പക്ഷെ ആ ഊത്ത് ഏതുവരെ നടക്കുള്ളൂ? ലാസ്റ്റത്തെ ആ ഒരു പോയിന്റും കൂടി കെട്ടുകഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എങ്ങനെ ഊതിയിട്ടും കാര്യമില്ല, കത്തൂല. ഈ രൂപത്തിൽ ആ മനുഷ്യന്റെ ആത്മാവ് അത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല? അത് അള്ളാഹുവിന്റെ കയ്യിലെത്തി. ഇത് എന്താ റൂഹ് എന്ന് ഒരുപാട് കാലം പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്, ശാസ്ത്രം ചർച്ച ചെയ്തിട്ടുണ്ട്. ആർക്കും ഇതിനെപ്പറ്റി ഒരു കുടുത്തം കിട്ടിയിട്ടില്ല. കാരണം എന്താ പറയാ, അത് കുടുത്തം കിട്ടൂല എന്ന് അള്ളാഹു ആയിന്നെ പറഞ്ഞിട്ടുണ്ട്. വയസ്അലൂനക അനിർ റൂഹ് ഖുൽ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. ജൂതന്മാർ നിങ്ങളോട് ചോദിക്കും അനിർ റൂഹ്, റൂഹിനെ സംബന്ധിച്ച് ചോദിക്കും, എന്താ ആത്മാവ് എന്ന് ചോദിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിയാണോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി വന്ന ജൂതന്മാർ ചോദിച്ചു, എന്താ റൂഹ്? എന്താ? മുൻ വേദങ്ങളിലൊക്കെ റൂഹിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിന് മാത്രം അറിയുന്ന ഒരു കാര്യമാണ് ആത്മാവ്. അതിനെക്കുറിച്ച് ദുന്യാവിൽ ഒരാൾക്കും അറിയിച്ചു കൊടുത്തിട്ടില്ല. അത് അറിയും എന്ന് ആരെങ്കിലും വാദിച്ചോ അവൻ കള്ളനാകുന്നു എന്നാണ് മുൻ വേദങ്ങളിൽ മുഴുവൻ പറഞ്ഞിട്ടുള്ളത്. ഇത് വെച്ചിട്ട് നബി തങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി ആര് വന്നു? ജൂതന്മാർ വന്നു. അവർ ചോദിച്ചു റൂഹിനെ സംബന്ധിച്ച്. അപ്പൊ റൂഹിനെ പറ്റി വല്ല അഭിപ്രായം പറഞ്ഞോ? അപ്പൊ മനസ്സിലാക്കാതെ ആരാണ്? ഇത് കള്ളനാണ്. അപ്പൊ ഒരു ഉസ്താദിനോടാണ് ചോദിക്കണമെങ്കിൽ ഇപ്പൊ എന്താ പറയുക, എനിക്ക് തീരെ കിട്ടില്ല എന്ന് പറഞ്ഞ ഒരു ബോറല്ലെന്ന് വിചാരിച്ചു കണ്ട് അയാൾ വഹിക്കണമാരൊക്കെ ചിലപ്പോൾ ഒപ്പിച്ചു നോക്കി കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒപ്പിച്ചില്ല. ചോദിച്ചു, എന്ത് ചോദിച്ചു? വയസ്അലൂനക അനിർ റൂഹ്, റൂഹിനെ കുറിച്ച് നിങ്ങളോട് ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്താ പറയേണ്ടത്? ഖുൽ റൂഹു മിൻ അംരി റബ്ബി, റൂഹ് എന്ന് പറയുന്നത് എന്റെ റബ്ബിന്റെ കാര്യങ്ങളിൽ പെട്ടതാണ്, അത് ആർക്കും അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടില്ല. ഈ മറുപടി കേട്ടപ്പോ ജൂതന്മാർ കുറച്ചേരം ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കിയ. കാരണം എന്താ? ഈ മറുപടി കിട്ടിയ ഇയാൾ യഥാർത്ഥ നബിയാന്നാണ് അതിന്റെ അർത്ഥം. ഈ മറുപടി കിട്ടിയില്ല ഒപ്പിച്ചോ എന്നാൽ ഇയാൾ കളവാന്ന അർത്ഥം. അവസാനം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പറഞ്ഞു, ഈ പറഞ്ഞത് ശരി തന്നെയാണ്, പക്ഷെ എന്നാലും ഈ നബി അല്ലായിരുന്നു. അപ്പൊ ഇത് പഴക്കൊന്ന് വിചാരിച്ച് ചോദിച്ചാണ്, പക്ഷെ എന്നാലും നബിയല്ല. അവസാനം അത് പറഞ്ഞുകൊണ്ട് പോയി. അപ്പൊ റൂഹ് അള്ളാഹു ആർക്കും അറിയിച്ചു കൊടുത്തിട്ടില്ല. പിന്നെ അതൊരു പ്രത്യേക സംഗതിയാണ്. ആദം നബി അലൈഹി സ്വലാമിന് അള്ളാഹു ആദ്യം ഉണ്ടാക്കിയത് പ്രതിമന്റെ മാതിരിയാണെന്നാ. പ്രതിമന്റെ മാതിരി, അതായത് ഒരു മോഡൽ ഉണ്ടാക്കി അതിന്റെ കണ്ണും മൂക്കും ഒക്കെ വെച്ചു. പക്ഷെ ജീവൻ എന്ന് പറഞ്ഞ സാധനം അതിലില്ലായിരുന്നു. പിന്നെ അള്ളാഹു തആല അതിൽ റൂഹനിട്ടു. റൂഹിട്ടതോടുകൂടെ മണ്ണും മറ്റും ഒക്കെ മാറിയിട്ട് അത് പെട്ടെന്ന് എന്തായി? അത് മുഴുവനും ഇറച്ചിയും എല്ലും
രക്തവും ഇന്നത്തെ രൂപത്തിലുള്ള രൂപം അത് റൂഹന് ചെന്നപ്പോഴാണ് അതുണ്ടായത്. പിന്നെ നമ്മളൊക്കെ മണ്ണുകൊണ്ടാ സൃഷ്ടിക്കപ്പെട്ടത് പറഞ്ഞാല് ആദം നബി അലൈഹി ഇസ്ലാം മണ്ണുകൊണ്ടാന്നാണ് അതിന്റെ അർത്ഥം. അവിടുന്നുള്ള പോരലാണ് റൂ. അല്ലാതെ പിന്നെ ഓരോരുത്തരും മണ്ണുകൊണ്ട് സൃഷ്ടിച്ചപ്പോ നമുക്ക് അറിയാലോ, അങ്ങനെ അല്ലാന്ന് അറിയാലോ. അതാണ് നാം മണ്ണുകൊണ്ട്, നമ്മളുടെ ഉത്ഭവം മണ്ണിൽ നിന്നാകുന്നു എന്നാണ് അർത്ഥം. നാം മരിച്ചു പോയാൽ പിന്നെ മണ്ണിലേക്ക് തന്നെ മണ്ണായി തന്നെയാണ് പോകുന്നതും. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ എന്ന് പറയുന്നത് അതാണ്. അപ്പൊ അന്ന് മുതൽ റൂഹ് എന്താന്ന് ആർക്കും അറിഞ്ഞൂടാ, അള്ളാഹു ചെയ്തൊരു സംഗതിയാണ്. ഈ റൂഹ് അള്ളാഹു കൊടുക്കുന്നത് ചില ആളുകൾക്ക് ഉമ്മ വാപ്പാമാരുടെ വഴിയിലൂടെ കൊടുക്കും, ചില ആളുകൾക്ക് അതില്ലാതെ കൊടുക്കും. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു സൃഷ്ടിച്ചത് എങ്ങനെയായിരുന്നു? ആരാ ഈസാ നബിന്റെ വാപ്പല്ല, ഉമ്മ മാത്രമേ ഉള്ളൂ. പക്ഷെ അള്ളാഹു ഡയറക്റ്റ് ആയിട്ട് റൂഹിട്ട് കൊടുത്തു. അതുകൊണ്ട് ഈസാ നബിനെ സംബന്ധിച്ച് എന്ത് പറയുന്നു? റൂഹുൽ ഖുദുസ് എന്ന് പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നുണ്ട്. നമുക്കൊക്കെ ആത്മാവ് അല്ല തന്നെയാണെങ്കിലും ഈസാ നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച് വറൂഹും മിൻഹു എന്ന് ഖുർആനിൽ പല സ്ഥലത്തും കാണാം അള്ളാഹു ആത്മാവ് കൊടുത്തു. അതെന്താ പറയുക? ഡയറക്റ്റ് ആത്മാവ് കൊടുത്തതാണ്, വേറെ ഒരു ആളെ വാസ്യത്തിലൂടെ കൊടുത്തതല്ല. 4 രൂപത്തിലാണ് ഇവിടെ ആകെ സൃഷ്ടിക്കാൻ സാധിക്കുക, സങ്കല്പിക്കാൻ സാധിക്കുക. ഇത് 4 അള്ളാഹു ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് ഇല്ലേ? ഒന്ന് ഉമ്മയും ഉപ്പയും ഉള്ള സൃഷ്ടിപ്പ്, അതാണ് ലോകത്ത് 99.3% ആൾക്കാരെയും സൃഷ്ടിപ്പ് അങ്ങനെയാണ്. പക്ഷെ അള്ളാഹു തആലക്ക് അതിന്റെ ആവശ്യമില്ല, ഉമ്മ ഇപ്പില്ലെങ്കിലൊക്കെ സൃഷ്ടിക്കാം. അതിനുവേണ്ടി അള്ളാഹു ഓരോ സാമ്പിൾ കാണിച്ചു തന്നു. ഉമ്മയും ഉപ്പയും ഇല്ലാത്തൊരു സൃഷ്ടിപ്പ് അള്ളാഹു കാണിച്ചു. ആരാ? ആദം നബി അലൈഹി ഇസ്ലാം. ഉപ്പ മാത്രമുണ്ട്, ഉമ്മ ഇല്ലാത്തൊരു സൃഷ്ടിപ്പ് അള്ളാഹു കാണിച്ചു. ആരാ? ഇല്ല. ഉപ്പ മാത്രമുണ്ട്, ഉമ്മ ഇല്ലാത്തൊരു സൃഷ്ടിപ്പ് അള്ളാഹു സൃഷ്ടിച്ചു. ആരാ? ഹവ്വാ ബീവി. ആദം നബി അലൈഹി ഇസ്ലാമിൽ നിന്ന് എടുത്തിട്ട് ഹവ്വാ ബീവിനെ സൃഷ്ടിച്ചു. അപ്പൊ ഉപ്പ ഉണ്ടായി, ഉമ്മല്ല. ഉമ്മ മാത്രമുണ്ട്, ഉപ്പല്ല. അങ്ങനത്തെ ഒരു സൃഷ്ടിപ്പും അള്ളാഹു കാണിച്ചു തന്നു. ആരാ? ഈസാ നബി അലൈഹി ഇസ്ലാം. പിന്നെ ഉമ്മ ഉപ്പയുള്ള സൃഷ്ടിപ്പ് അള്ളാഹു കാണിച്ചു തന്നു. തയ്യിക്കുന്ന മനുഷ്യന്മാരൊക്കെ തന്നെയാണ്. അപ്പൊ ഇതിന് ഏതില്ല, അള്ളാഹു തആലക്ക് ഇതിന്റെ ആവശ്യമില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ്. കണ്ടോ, ആദം നബി അലൈഹി ഇസ്ലാമിന്റെ ശരീരത്തിന്റെ ഒരു ചെറിയ ഭാഗം എടുത്തിട്ടാണ് ഇത് ഹവ്വാ ബീവിനെ സൃഷ്ടിച്ചത്. ഒന്നാമത്തെ ക്ലോണിങ് മനുഷ്യൻ ഹവ്വാ ബീവിയാ ശരിക്കും. ശരീരത്തിന്റെ കോശത്തിൽ നിന്നൊരു ചെറിയ ഭാഗം എടുത്തിട്ടാണ് എന്ത് ചെയ്ത് ഹവ്വാ ബീവിനെ സൃഷ്ടിച്ചത്. അതാണ് ക്ലോണിങ് അല്ലേ? അപ്പൊ ഇതൊക്കെ ഇസ്ലാമിൽ കുറെ മുമ്പ് തന്നെ ക്ലോണിംഗ് ഒക്കെ, അതിന് പേരിപ്പോ പുതിയ വന്നേ ഉള്ളൂ. ഇങ്ങനെയാണ്. അപ്പൊ ഈ ആത്മാവിനെ കുറിച്ച് ആർക്കും അറിയില്ല. ഇതുപോലെ റൂഹ് എന്ന് ഈ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. പണ്ഡിതന്മാര് പിന്നെ ഇതേക്കുറിച്ച് കുറെ ചർച്ച ചെയ്തു, എന്താണ് റൂഹ്. പഴയ കാലത്ത് പിന്നെ അന്നത്തെ ഇസ്ലാമിക ശാസ്ത്രകാരന്മാർ പറഞ്ഞിരുന്ന എന്താ അറിയോ? ഇസ്ലാമിക അല്ലാത്ത ശാസ്ത്രകാരന്മാർ റൂഹ് എന്ന് പറയുന്നത് ശരീരമായിട്ട് ബന്ധമൊന്നുമില്ല, അത് റിമോട്ട് കൺട്രോൾ മാതിരി സാധനമാണ്. അപ്പൊ നിങ്ങളുടെ റൂഹ് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലല്ല ഉള്ളത്, ദേഹത്തല്ല, അത് പുറത്താണ്. അതായത് അവിടെ ഇങ്ങനെ കാറ് വെച്ചിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ആക്കുമല്ലോ, ഈ കുട്ടികളെ റിമോട്ട് കൺട്രോൾ കണ്ടിട്ടില്ലേ? അവിടെ ഒരു കാറ് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ സ്വിച്ച് വെക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പോകും. ഇതേമാതിരി റൂഹ് നമ്മുടെ ശരീരത്തിലൊന്നല്ല, അത് വേറെ എവിടെയോ നിൽക്കുന്ന ഒരു സാധനമാണ്. അവിടെ നിന്ന് ഇങ്ങനെ ഓർഡർ വിടുക, അതിനനുസരിച്ച് ഇവിടെ നമ്മളിങ്ങനെ ഇളകി കൊടുക്കുക. ഇതാണ് റൂഹ് എന്നാണ് ഒരു വിഭാഗം മനസ്സിലാക്കിയത്. വേറെ വിഭാഗം മനസ്സിലാക്കിയത് റൂഹ് എന്ന് പറയുന്നത് നമ്മുടെ നിറം അല്ലെങ്കിൽ നമ്മളുടെ രൂപം ആകൃതിയൊക്കെ പോലെ ഒരു സ്വയം നിലനിൽപ്പില്ലാത്തൊരു സാധനമാകുന്നു എന്നാണ് മനസ്സിലാക്കിയത്. ഈ രണ്ടും തെറ്റായിരുന്നു. റൂഹ് എന്ന് പറയുന്നത് സ്വയം നിലനിൽപ്പുള്ളൊരു സാധനമാണ്. പക്ഷെ നമ്മുടെ ശരീരത്തിൽ അത് എങ്ങനെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. റൂഹിന് സ്വയം നിലനിൽപ്പുണ്ട്, കാരണം ശരീരം നശിച്ചാലും ഏത് നശിക്കുന്നില്ല? റൂഹ് നശിക്കുന്നില്ല. അപ്പൊ റൂഹ് സ്വയം നിലനിൽക്കുന്ന ഒരു വസ്തുവാകുന്നു. പക്ഷെ അത് നിലനിൽക്കുന്നു നമ്മുടെ ശരീരത്തിൽ എങ്ങനെ നിൽക്കുന്നു എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഇതൊക്കെ കാണുന്നത് ഈ റൂഹ് കൊണ്ട് മാത്രമാകുന്നു. ഞാൻ ചോദിക്കട്ടെ, ഒരാൾ മരണപ്പെട്ടു, ആ മരിച്ചതിന്റെ ശേഷം ഇയാളെ ശരീരത്തിൽ നിന്ന് റൂഹ് പോയി. പക്ഷെ നിങ്ങൾ അയാളെ പൂർണ്ണമായി പരിശോധിക്കുക, അയാളുടെ ശരീരത്തിൽ നിന്ന് ഒരു നഖം കുറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഒരു രോമം കുറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഒരു കറുത്ത ഒരു പൊട്ട്, ഒരു കാക്കാപ്പുള്ളി അയാളുടെ ശരീരത്തിൽ നിന്ന് പോയിക്കണോ? ഇല്ല. പിന്നെ എന്താണ് ശരീരത്തിൽ നിന്ന് പോയത് റൂഹാണ്. പക്ഷെ എന്താണ് പോയതെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഇയാളുടെ ഭാരം കൂടിയിട്ടുള്ളൂ, കുറഞ്ഞിട്ടില്ല. പക്ഷെ പിറ്റേ ദിവസം അയാൾ വാസനിക്കാൻ തുടങ്ങും. ഈ റൂഹ് ഉണ്ടായിട്ടാണ് ഇപ്പൊ നമ്മൾ മണക്കാത്തത്. റൂഹ് ഉണ്ടായിട്ടും ചെറിയ മണം ഉണ്ടാകുന്നത് കുളിക്കേറ്റാണ്. ഈ റൂഹുള്ളത് കൊണ്ടാണ് നമ്മെ വാസനിക്കാത്തത്. റൂഹ് പോയി കഴിഞ്ഞാൽ പിന്നെ ശരീരം എന്ത് ചെയ്യും? അത് തൊട്ട അടുത്ത സമയമായ ഖലാസ്, അത് പിന്നെ വാസനിച്ച് അടുക്കാൻ കഴിയാത്ത രൂപം വരും. അപ്പൊ എന്താണ് ഈ സാധനം എന്ന് മനുഷ്യന് ഇന്ന് വരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇതാണ് തൊണ്ടക്കുഴിയിലെത്തുന്നതും അതാണ് പോകുന്നതും അതാണ് എല്ലാ സാധനങ്ങളും. കഴിഞ്ഞു. അപ്പൊ അള്ളാഹു നമ്മുടെ ഏറ്റവും പിന്നെ അള്ളാഹു ചോദിക്കണം, നിങ്ങൾ അള്ളാഹുവിന്റെ തീരുമാനത്തിന് വിധേയരായവർ ആയിരുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് റൂഹിനെ മടക്കിക്കൊണ്ടുവരാൻ സാധിക്കുന്നില്ല? പിന്നെ കഴിഞ്ഞു. ഇനി നാം പറയുകയാണ്, ഈ 3 വിഭാഗം ആളുകളിലേക്ക് ഒന്നും കൂടി മടങ്ങി വരികയാണ്. ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ,
അപ്പോൾ ഈ മയ്യത്ത്, ഈ മരണപ്പെട്ട വ്യക്തി, അവൻ ആ മുഖറബീങ്ങളിൽ പെട്ടവനാണെങ്കിൽ, ഏതാ മുഖറബീങ്ങൾ? നമ്മൾ ഈ നമ്മുടെ ഈ സൂറത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ആരാ? അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിച്ച ഒന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ടവനാണെങ്കിൽ ഫറൗഹും വറൈഹാനും വജന്നതു നഈം, ഈ മൂന്ന് കാര്യങ്ങളും അയാൾക്ക് കിട്ടാൻ പോകുന്നതാണ്. ഫറൗഹുൻ, ഒന്ന് അയാൾക്ക് ആശ്വാസം കിട്ടും. ഇവിടെ കുറെ ബുദ്ധിമുട്ടിയാൽ അവർക്ക് ആശ്വാസം അവിടെ കിട്ടും. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ജൗസി പറഞ്ഞ ഒരു സംഭവം ഞാൻ പറയാം. നിങ്ങൾ എന്നെ ഏറ്റവും ആകർഷിച്ച, ഇബ്നു ജൗസി പറയാ, എന്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും ആകർഷിച്ച ഒരൊറ്റ സംസാരമുണ്ട്. എന്താണ് ആ സംസാരം? അതൊരു പണ്ഡിതന്റെ മുൻപ് കഴിഞ്ഞു പോയൊരു വലിയന്റെ സംസാരമാണ്. അയാൾ പറഞ്ഞത് എന്താ അറിയോ? മശഖത്തു ത്വാഅത്തി തസൂൽ, ഇബാദത്ത് ചെയ്യുമ്പോഴുണ്ടാവുന്ന പ്രയാസം അത് നീങ്ങും, മരണത്തോടു കൂടെ നീങ്ങും. വയബ്ഖ അജ്റുഹ, അതിന്റെ കൂലി അവിടെ ഉണ്ടാവും ചെയ്യും. വലദ്ദത്തു ത്വാഅത്തി തസൂൽ ലദ്ദത്തുൽ മഅസിയത്തി തസൂൽ, ഈ പിന്നെ ഇവിടെ തെമ്മാടിത്തം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു സുഖം അതും നീങ്ങും. രണ്ടും നീങ്ങാനുള്ള, ഇബാദത്ത് ചെയ്യുമ്പോഴുള്ള പ്രയാസം അത് മരണത്തോടു കൂടെ ഖലാസ് നീങ്ങിപ്പോയി. ഇവിടെ പിന്നെ സുഖിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ തെമ്മാടിത്തരം ചെയ്ത് ജീവിക്കുന്ന ആളുകളുടെ ആ സൗകര്യം അതും മരണത്തോടു കൂടി രണ്ടും നീങ്ങാനുള്ളതാണ്. വയബ്ഖാ വിസ്റുഹ, അതിന്റെ കുറ്റം എന്താവും ചെയ്യും, അവശേഷിക്കും ചെയ്യും. ഇത് എന്നെ ഏറ്റവും ആകർഷിച്ച വാക്കാകുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ജൗസി റഹ്മഹുല്ലാഹു തആല പറയുകയുണ്ടായി. അപ്പൊ ഒന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ടാൽ ഫറൗഹുൻ, അയാൾ ആശ്വാസമുള്ളവനാകുന്നു, അയാൾ ആശ്വാസത്തില. വറൈഹാനുൻ, സുഖസമ്പൂർണമായ ജീവിതത്തിലുമാണ്. റൈഹാൻ എന്ന് പറഞ്ഞാൽ സുഖസമ്പൂർണമായ ജീവിതം എന്നർത്ഥമുണ്ട്. റൈഹാൻ എന്ന് പറഞ്ഞാൽ പരിമളം എന്നും അർത്ഥമുണ്ട്. എന്താ പരിമളം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ? അതന്നെ, നല്ല സുഖ സമ്പൂർണമായ നല്ല സുഖവാസനകളിലുമാകുന്നു. അതൊരർത്ഥാണ് സുഖ ജീവിതത്തിലാകുന്നു എന്നും ഒരർത്ഥം. വജന്നതു നഈം, ആനന്ദം തുടിക്കുന്ന തോപ്പുകളിലും സ്വർഗങ്ങളിലുമാകുന്നു അവർ. ഇത് ആർക്കാണ്? മുഖറബീങ്ങൾക്ക്. ഇനി രണ്ട്, വഅമ്മാ ഇൻ കാന മിൻ അസ്ഹാബിൽ യമീൻ, അപ്പോൾ അവൻ അസ്ഹാബുൽ യമീനിൽപ്പെട്ട ആളാണെങ്കിൽ, അസ്ഹാബുൽ യമീൻ വലത് വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിൽ, ഫസലാമുൽ ലക മിൻ അസ്ഹാബിൽ യമീൻ, വലത് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യ നിനക്കാകുന്നു സലാം, നിനക്കാകുന്നു രക്ഷ. ഫസലാമുൽ ലക മിൻ അസ്ഹാബിൽ യമീൻ, വലത് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യ നിനക്കാകുന്നു സലാം. ഇനി മൂന്നാമത്തത് വഅമ്മാ ഇൻ കാന മിനൽ മുകദ്ദിബീന ദ്ദാല്ലീൻ, അപ്പോൾ അല്ലാഹുവിനെ കളവാക്കുകയും വഴികേടായി പോവുകയും ചെയ്യുന്ന ആളുകളെ കൂട്ടത്തിൽപ്പെട്ടവനാണെങ്കിൽ ഫനുസുലും മിൻ ഹമീം, അയാൾക്ക് ചുട്ട് തിളക്കുന്ന വെള്ളം കൊണ്ടുള്ള സൽക്കാരമുണ്ട്. നുസുൽ എന്ന് പറഞ്ഞാൽ വിരുന്ന് വന്നാൽ അവർക്കൊരു സൽക്കാരം കൊടുക്കും നമ്മൾ വീട്ടിൽ, അല്ലേ? കൊടുക്കലില്ലേ? കുറച്ച് റബ്ബേ, വീട്ടിൽ വിരുന്ന് വന്നാൽ സൽക്കാരം കൊടുക്കലില്ലേ? ഉണ്ട്. അത് പറയുന്നുണ്ട്. ഈ പ്രവാസികളാകെ മാറിയിരിക്കണം. ഇപ്പൊ അത് ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് അറിയില്ല. ഇപ്പൊ അത് ഇന്നാളെ സമദ് പൂക്കോട്ടൂർ സാഹിബ് പറഞ്ഞ മാതിരി എന്താ മീന് 3 വട്ടം വില ചോദിച്ചാൽ പോലും ചോദിക്കുന്നത് നിങ്ങൾ പ്രവാസിയാന്നാ. അപ്പൊ കൊടുക്കലുണ്ട്. അതിനാണ് നുസുൽ എന്ന് പറയുക. പക്ഷേ ഇയാൾക്ക് കിട്ടാൻ പോകുന്ന നുസുൽ ഫനുസുലും മിൻ ഹമീം, ചുട്ടു തിളക്കുന്ന വെള്ളം കൊണ്ടുള്ള ഒരു സൽക്കാരം അയാൾക്ക് അവിടെ ഉണ്ട് ചെന്നവുടൻ. വതസ്ലിയതു ജഹീം, പിന്നെ നരകത്തിലിട്ട് ചുട്ടെടുക്കലും അയാൾക്കുണ്ട്, അയാളെ തന്നെ. അത് രണ്ടാമത്തത്. പിന്നെ അള്ളാഹു പറയാ, ഇന്ന ഹാദാ, ഈ ഇതുവരെ പറഞ്ഞ ഈ കാര്യം, ലഹു വഹഖുൽ യഖീൻ, അത് യാഥാർത്ഥ്യമായ സത്യമാകുന്നു, അതാണ് യഥാർത്ഥ സത്യം. ഹഖുൽ യഖീൻ ഇതാകുന്നു. അതുകൊണ്ട് ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അലീം, നിങ്ങളുടെ മഹാനായ റബ്ബിന്റെ പേരിനെ നിങ്ങൾ വാഴ്ത്തുക, പുകഴ്ത്തുക. ഇത് പറഞ്ഞാൽ സുബ്ഹാന റബ്ബിയൽ അലീം എന്ന് പറയല് സുന്നത്താണ്. എന്ന് പറഞ്ഞാണ് എല്ലാവരും സുബ്ഹാന റബ്ബിയൽ അലീം. അള്ളാഹുവിനെ പരിശുദ്ധമാക്കുക, അള്ളാഹുവിന്റെ നാമത്തെ പരിശുദ്ധമാക്കുക. രണ്ട് പരിശുദ്ധാക്കലുണ്ട്. ഒന്ന് അള്ളാഹുവിനെ പരിശുദ്ധമാക്കൽ. അതെങ്ങനെയാ അള്ളാഹുവിനെ പരിശുദ്ധമാക്കൽ? അള്ളാഹുവിനോട് ചേർക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അള്ളാഹുവിനെ ചേർക്കുക, അള്ളാഹു തആലനെ പരിഹസിക്കാതിരിക്കുക, അള്ളാഹുവിനെ കളിയാക്കാതിരിക്കുക, അള്ളാഹു തആലനെ കുറിച്ച് നല്ലത് മാത്രം നമ്മൾ വിശ്വസിക്കുക. ചീത്ത വിശ്വസിച്ചാല് എന്താ? അള്ളാഹ്ക്ക് പ്രശ്നമൊന്നുമില്ല, ഞമ്മക്കാണ് പ്രശ്നം. അത് വിശ്വസിക്കാതിരിക്കുക. അള്ളാഹുവിനോട് ചേർക്കാൻ പറ്റുന്ന, നിങ്ങൾ മദ്രസയിലൊക്കെ പഠിച്ചോളൂ, അള്ളാഹു തആലക്ക് വാജിബായ സിഫത്ത് എത്രയാണ്? എണ്ണം മറന്നിട്ടില്ല, ഞാൻ വിശദീകരിച്ച് ചോദിക്കണില്ല. മുസ്തഹീലായ സിഫത്ത് എത്രയാണ്? അത് 20. ജായിസായ സിഫത്ത് എത്രയാണ്?
അത് മാത്രം ചോദിച്ചാൽ മതി. അള്ളാഹുതലക്ക് ജായിസായ സിഫത്ത് ഒന്ന് ഇങ്ങനെ. അപ്പൊ ആ അള്ളാഹുവിനുള്ള 20 സിഫത്തുകൾ അള്ളാഹുവിനുണ്ട് എന്ന് വിശ്വസിക്കുക. നമ്മളൊന്നും ഇപ്പൊ ഈ ചെറിയ കാര്യം ചർച്ച ചെയ്യണില്ല. വലിയ വലിയ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് ചെറിയതൊന്നും പറയില്ല. നമസ്കാരത്തിന്റെ ശർത്തം പറഞ്ഞു ചോദിച്ചാലൊന്നും ചിലപ്പോൾ അറിയില്ല. അതങ്ങനെ യാന്ത്രികമായിട്ട് പോവാണ്. പക്ഷെ ഭയങ്കര വിഷയം നമ്മളെ ടി പി ചന്ദ്രശേഖര മതത്തിനെ പറ്റിയൊക്കെയുള്ള പ്രതികളെ പറ്റിയൊക്കെ വളരെ വ്യക്തമായ വിവരം ചിലപ്പോൾ നമുക്ക് ഉണ്ടാവും. പക്ഷെ നിസ്കാരത്തിന്റെ ശർത്തിനെ പറ്റിയുള്ള വിവരം അത്ര ഉണ്ടായിക്കൊള്ളുന്നില്ല. വലിയ ആൾക്കാർക്ക്, വലിയ വലിയ ഉസ്താദന്മാർക്കൊക്കെ മദ്രസയിൽ 1ാം ക്ലാസ് പഠിപ്പിക്കാൻ പ്രയാസമാണ്. അതാണ് കാരണം. അതാണ് വലിയ വലിയ പ്രയാസപ്പെട്ട സംഗതി. അപ്പൊ ഇത് പ്രാരംഭമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഏതാ കാര്യങ്ങൾ? അള്ളാഹുന്റെ വാജിബായ സിഫത്തുകൾ, മുസ്തഹീലായ സിഫത്തുകൾ. അപ്പൊ അള്ളാഹു തആലക്ക് മുസ്തഹീലായ സിഫത്ത് ഇത് അള്ളാഹ്ക്ക് ഇല്ല എന്ന് വിശ്വസിക്കുക. വാജിബായ സിഫത്ത് അത് അള്ളാഹ്ക്ക് ഉണ്ട് എന്ന് വിശ്വസിക്കുക. ജായിസായ സിഫത്ത് അത് അള്ളാഹ്ക്ക് ജായിസാന്ന് വിശ്വസിക്കുക. പിന്നെ അള്ളാഹു പറഞ്ഞത് കേട്ട് നടക്കുക. ഇതന്നെ അള്ളാഹു തആലനെ പരിശുദ്ധമാക്കാനാണ്. അള്ളാഹുവിന്റെ പേരിനെ പരിശുദ്ധമാക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പേരിനെ അപമാനിക്കാതിരിക്കുക. അള്ളാഹുവിന്റെ പേരെഴുതിയ നിങ്ങൾ ഈ അറബി പത്രങ്ങളൊക്കെ പിന്നെ മറ്റേ ഈ ഇതുണ്ടല്ലോ ചോറ് വയ്ക്കാൻ വേണ്ടി ഇരിക്കണേ, നല്ലോണം ശ്രദ്ധിക്കണം. അതിലൊക്കെ എന്നും ഏതാണ് ആയത്തുകളും ഹദീസുകളും. അതുപോലെ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതില്ലാത്ത പത്രങ്ങൾ തിരഞ്ഞെടുക്കുക. ഈ ഇവിടുന്ന് ഇറങ്ങുന്ന പത്രങ്ങളുണ്ടല്ലോ, അത് മിക്ക പത്രത്തിലും അതുണ്ട്. അതില്ലാത്ത പത്രം ഇവിടെ ഇപ്പോ അൽഹയാത്ത് പത്രവും ഷർഖുൽ ഔസത്ത് പത്രവും അതിൽ കമ്മിയാണ്. അത് ഇന്റർനാഷണൽ പത്രങ്ങളാണ്. ഷർഖുൽ ഔസത്തും അൽഹയാത്ത് പത്രങ്ങൾ. മറ്റു ഇവിടെ നിന്ന് ഇറങ്ങണ ഈ റിയാദ് പത്രം, മറ്റേ ഈ കുറെ ഇവിടുത്തെ ആൾക്കാരെ ഫോട്ടോ ഉണ്ടാവും. അതിലൊക്കെ ആയത്ത് കുറെ ഉണ്ടാവും എന്നർത്ഥം ചുരുക്കത്തില്. ഈ മറ്റുള്ള അപ്പൊ നിങ്ങൾ മലയാള പത്രങ്ങൾ ഉപയോഗിക്കുക. മറ്റു പത്രങ്ങളും എന്താ അതൊക്കെ സബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അദീപ്പെട്ട. ഇതിപ്പോ നമ്മൾ ഇങ്ങനെ ഇതാക്കിയിട്ട് എന്താ ചെയ്യുക? ഇന്നലില്ലാ റാജു എന്നുണ്ടാവും, ബശരില്ലദീന ആമനു എന്ന് പറഞ്ഞാണ്ട് മരിച്ച ആൾക്കാരെ എല്ലാതും ഉണ്ടാവും. അതെല്ലാം കൂടി കെട്ടി പൊയിഞ്ഞുകാണ്ട് അതിൽ ഏത് കോയിന്റെ മുള്ളൊക്കെ ഇട്ടുകാണ്ട് അല്ല കോയിന്റെ എല്ലാം കെട്ടുകാണ്ട് നമ്മളാണ് കൊണ്ടായിട്ട് ഒഴിവാക്കുകയാണ്. ഇത് അള്ളാഹുവിന്റെ പേരിനെ പരിശുദ്ധമാക്കുക എന്ന് പറഞ്ഞതിനെതിരാണ്. അള്ളാഹുവിന്റെ പേരെഴുതിയ സാധനം നിങ്ങളെ കയ്യിലുണ്ടോ, നിങ്ങൾ കക്കൂസിലേക്ക് അതിട്ട് പോവാതിരിക്കുക, അതിന്മേ ചവിട്ടാതിരിക്കുക, അത് വലിച്ചെറിയാതിരിക്കുക. ഇത് അള്ളാഹുവിന്റെ പേരിനെ പരിശുദ്ധമാക്കലാണ്. അങ്ങനെ അള്ളാഹിനെ പരിശുദ്ധമാക്കലുണ്ട്, അള്ളാഹുവിന്റെ പേരിനെ പരിശുദ്ധമാക്കലുണ്ട്. അങ്ങനെ നിങ്ങൾ പരിശുദ്ധമാക്കുക. ഈ ആയത്തിറങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇജ്അലൂഹാ ഫീ റുകൂഇക്കും. ഈ ഒടുവിലിറങ്ങിയ ആയത്ത് നിങ്ങൾ റുകൂഇലാക്കി കളിയെന്ന് പറഞ്ഞു. അതാണ് നമ്മൾ റുകൂഇൽ ഏത് ചെല്ലുന്നത്? സുബ്ഹാന റബ്ബിയൽ അളീം, സുബ്ഹാന റബ്ബിയൽ അളീം, സുബ്ഹാന റബ്ബിയൽ അളീം. അങ്ങനെ സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല എന്നത് ഇറങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇജ്അലൂഹാ ഫീ സുജൂദിക്കും. ഇത് നിങ്ങൾ സുജൂദിലാക്കി കളി. അങ്ങനെയാണ് സുജൂദിൽ എന്ത്? സുബ്ഹാന എന്താ ചില സുജൂദില് സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി. സുബ്ഹാന റബ്ബിയൽ അളീന അഅലാന അഅല വബിഹംദിഹി. അത് സുജൂദിലാണ്. ഇതൊക്കെ എന്താ പറയുക? ഇതൊക്കെ നടന്നു നോക്കിയാൽ നിരന്ന വളർന്ന മാതിരി ഓരോരുത്തരെ പിടിച്ച് ചോദിച്ചാൽ ചിലപ്പോൾ ഇതൊക്കെ പ്രശ്നമാണ്. നമ്മൾ മൊത്തത്തിൽ ചോദിക്കുക നല്ലത്. സുബ്ഹാന റബ്ബിയൽ അഅല സുജൂദില്, സുബ്ഹാന റബ്ബിയൽ അളീം റുകൂഇല്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്തിറങ്ങിയപ്പോ പറഞ്ഞു, ഇജ്അലൂഹാ ഫീ റുകൂഇക്കും. മറ്റേ ആയത്തിറങ്ങിയപ്പോ പറഞ്ഞു, ഇജ്അലൂഹാ ഫീ സുജൂദിക്കും. അത് നിങ്ങൾ സുജൂദിലാക്കുക. അപ്പൊ ഇത് കേട്ടാൽ നമുക്കൊക്കെ ഇത് ചെല്ലൽ സുന്നത്താണ്. ഏത്? സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി എന്ന് പറയൽ സുന്നത്താകുന്നു. ഇനി വാഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മളെ പിന്നെ സമ്മാന അത് നമുക്ക് 5 മിനിറ്റ് കൊണ്ട് പിന്നെ യാസീൻ ഓതലും ദുആവും കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞാൽ പിരിച്ചുവിടും. പിന്നെ കമ്മിറ്റിയിൽപ്പെട്ട ആളുകൾ ഇവിടെ ഇരിക്കണം. അത് സംബന്ധിച്ച് നമ്മളെ സെക്രട്ടറി നമ്മളെ പിന്നെ കാസർഗോഡ് ത്തിന് മുമ്പൊക്കെ എപ്പോഴും ചൊല്ലാൻ ശ്രമിക്കണം എന്നുകൂടിയാണ് നമ്മെ ഇന്നത്തെ ഖുതുബ പഠിപ്പിക്കുന്നത്. അല്ലാഹുവേ ഇശ്റഹ് ലി സദ്രി, എന്റെ നെഞ്ചകത്തെ, എന്റെ ഖൽബിനെ, എന്റെ ഹൃദയത്തെ നീ വിശാലമാക്കണമേ. വയസ്സിർ ലി അംരി, എന്റെ എല്ലാ കാര്യങ്ങളിലും നീ അല്ലാഹുവേ നീ എളുപ്പമാക്കണമേ. വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി, എന്റെ നാവിൽ നിന്നുള്ള പ്രയാസം, കുരുക്ക് നീ അഴിച്ചു മാറ്റണമേ. അങ്ങനെ എന്റെ നാവിൽ നിന്നുള്ള കുരുക്ക് നീ അഴിച്ചു മാറ്റുമ്പോ യഫ്ഖഹു ഖൗലി, അപ്പൊ എന്റെ വാചകം, എന്റെ സംസാരം അവർക്ക് ഗ്രഹിക്കാൻ കഴിയും, മനസ്സിലാക്കാൻ കഴിയും. അന്നിലയിൽ എന്റെ സംസാരം തിരിയുന്ന നിലയിൽ ആക്കണമേ എന്ന് മഹാനാകുന്ന മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ആ പ്രാർത്ഥന നമ്മളും ഉരുവിടാൻ ശ്രമിക്കണം എന്നാണ് വിദ്യാർത്ഥികളോട് ഉപദേശിക്കാനുള്ളത്. മാത്രമല്ല, എന്തെങ്കിലും ഒരു ചോദ്യം പ്രയാസകരമായിട്ട് പരീക്ഷകളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളോട് പറയാണ്, എന്തെങ്കിലും പരീക്ഷകളിൽ ഒരു പ്രയാസമുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരികയാണെങ്കിൽ അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന കൂടി നിങ്ങൾ ഉൾപ്പെടുത്തണം. അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ലാ.
റബ്ബിശ്റഹ്ലി സ്വദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹൂ ഖൗലി. ഇത് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോ ഒരു പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉരുവിട്ടിരുന്നു. ആ പ്രാർത്ഥന നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഉരുവിടണം എന്ന് വിദ്യാർത്ഥിനികളെ ഉപദേശിക്കുകയാണ്. അല്ലാഹുവേ, അല്ലാഹുമ്മ ലാ സഹല ഇല്ലാ മാ ജഅൽതഹു സഹല. അല്ലാഹുവേ, ലാ സഹല ഇല്ലാ മാ ജഅൽതഹു സഹല. നീ എളുപ്പമാക്കിയതല്ലാതെ ഒരു എളുപ്പമേ ഇല്ല. നീ എളുപ്പമാക്കിയതേതോ അതല്ലാതെ ഒരു എളുപ്പമേ ഇല്ല. നീ പ്രയാസമാക്കിയത് ഒരിക്കലും ഞങ്ങൾക്ക് എളുപ്പമാക്കാൻ സാധ്യമല്ല എന്നുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പ്രാർത്ഥനയുണ്ട്. അതുകൊണ്ട് നമ്മുടെ മക്കൾ ഉന്നതങ്ങള്, നമ്മുടെ മക്കൾ പിന്നീട് ശ്രദ്ധിക്കേണ്ടെന്ന ഒരു കാര്യം, നമ്മുടെ വിദ്യാർത്ഥിനികൾ അവരോട് ഖുതുബ ഉപദേശിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നിങ്ങളുടെ പഠിക്കുന്ന വിദ്യാഭ്യാസത്തോട് ബഹുമാനമുണ്ടാവണം. തഖ്ദീരി മക്കാനത്തിൽ കിതാബ്, നിങ്ങളുടെ കിതാബുകൾ, നിങ്ങളുടെ പുസ്തകങ്ങൾ, നിങ്ങളുടെ ബുക്സുകൾ നല്ല സ്ഥലത്ത് വെക്കുക. അതെവിടെങ്കിലും നിങ്ങൾ അലസമായിട്ട് ഇടുന്ന ഒരു സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. അത് നശിപ്പിക്കരുത്, അതിനെ നിസ്സാരമാക്കരുത്. ഇതെല്ലാം വിദ്യാഭ്യാസം നുകരുന്ന വിദ്യാർത്ഥിനികൾക്ക് അത്യാവശ്യമാണ്. മാത്രമല്ല നല്ല സ്ഥലങ്ങൾ അതിന് വെക്കണം എന്ന് ഉപദേശിക്കാൻ കൂടിയുള്ള ഒരു കാരണം, നിങ്ങളുടെ എല്ലാ കിതാബുകളിലും അള്ളാഹുവിന്റെ നാമങ്ങൾ ഉണ്ടാകും. അതിനെ നിങ്ങൾ ബഹുമാനിക്കേണ്ടതുണ്ട്. അള്ളാഹു പറയുന്നുണ്ട്, ذَلِكَ وَمَن يُعَظِّمْ شَعَائِرَ اللَّهِ فَإِنَّهَا مِن تَقْوَى الْقُلُوبِ. അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ആരെങ്കിലും ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ അത് ഹൃദയങ്ങളുടെ ഭക്തികളിൽ പെട്ടതാണത്രേ. ഹൃദയഭക്തി ഉള്ളവനെ അങ്ങനെ ചെയ്യാൻ കഴിയൂ എന്ന് അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ ചിഹ്നങ്ങൾ, അള്ളാഹു ബഹുമാനിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ, അള്ളാഹുവിന്റെ നാമങ്ങളുള്ള ഏടുകൾ അലസമായിട്ട് ഇടുന്ന ഒരു വിദ്യാർത്ഥികളുടെ ഒരു വിഭാഗം ഇവിടെ ഉണ്ടാകാൻ പാടില്ല. ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് ഫത്തഖുല്ലാഹ്, അള്ളാഹുവിനെ നിങ്ങൾ ഭയപ്പെട്ട് ജീവിക്കുക. പിന്നെ പ്രത്യേകമായിട്ട് ഈ വിദ്യാർത്ഥികളുടെ മനസ്സിൽ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളുടെ മനസ്സിൽ ഭീതി ഉണ്ടാവാറുണ്ട്. അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് ഖുതുബ ഒരു നിർദ്ദേശം മുഅല്ലിംകളോട്, അവരുടെ അധ്യാപികമാരോട് വെക്കുന്നുണ്ട്. നിങ്ങളുടെ അടുക്കൽ വരുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ വരുന്ന കുഞ്ഞുങ്ങളോട് നിങ്ങൾ അവർക്ക് പ്രതീക്ഷയാണ് കൊടുക്കേണ്ടത്. നിങ്ങൾ അവരുടെ ഭയപ്പെടുത്തുന്നതിന് പകരം നിങ്ങൾ അവർക്ക് പ്രതീക്ഷ കൊടുക്കണം. പ്രയാസങ്ങളിൽ അവരുടെ ഭയങ്ങളിൽ നിന്ന് മാറ്റി നല്ല ശുദ്ധമായിരിക്കുന്ന സന്തോഷകരമായിരിക്കുന്ന കലിമത്ത് അവരെ പറഞ്ഞു കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ നല്ല നിർദ്ദേശങ്ങൾ നൽകി നിങ്ങൾ അവരെ വളർത്തണം. അപ്പോൾ അവരുടെ ഭീതിയില്ലാതെ നല്ല സന്തോഷകരമായിട്ട് പരീക്ഷകളിൽ സംബന്ധിക്കാൻ അവർക്ക് കഴിയും. അല്ലാഹു പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു തആല പറയുന്നുണ്ട്, വഖൂലൂ ലിന്നാസി ഹുസ്നാ, നിങ്ങൾ ജനങ്ങൾക്ക് നന്മയെ പറഞ്ഞു കൊടുക്കുക. എപ്പോഴും ഭീതി ഉളവാക്കിയിട്ടുള്ള ഒരു സംസാരം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാതെ എപ്പോഴും സന്തോഷമുള്ള കലിമത്തുകളും നിർദ്ദേശങ്ങളുമാണ് നിങ്ങളുടെ ഭാഗത്തിൽ നിന്ന് ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ UAE ഖുതുബയിൽ പരാമർശിക്കുന്നത്. നമ്മുടെ മക്കളെ നല്ല നിലയിൽ തഖ്വയിൽ അധിഷ്ഠിതമായ ദൈവഭക്തിയോടുകൂടി ഭയഭക്തിയോടുകൂടി ജീവിക്കുന്ന ഒരു മക്കളാക്കി വളരാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا مولانا وشفيعنا محمد. اللهم أوصل وبلغ مثل ثواب ما قرأناه من القرآن العظيم. هذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة روح نبينا وحبيبنا محمد مصطفى صلى الله عليه وسلم. اللهم ثم إلى حضرة سائر أولياء الله تعالى من مشارق الأرض إلى مغاربها أينما كانوا ذكرا كان أنثى صغيرا كانوا كبيرا كلهم أجمعين. اللهم بارك لنا في رجب وشعبان
وبلغنا رمضان ووفقنا للقيام والصيام وتلاوة القرآن. അല്ലാഹുവേ ഞങ്ങൾ ഈ പറഞ്ഞതിനെ കേട്ടതിനെ എല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ഖബറുകളിലേക്ക് ഇതിന്റെ ഒരു പ്രതിഫലങ്ങളെ നീ എത്തിക്കണേ തമ്പുരാനെ. ഇന്ന് ഖുതുബയിൽ സൂചിപ്പിക്കപ്പെട്ട ഔ ഇൽമിൻ യുൻതഫഉ ബിഹി, പ്രയോജനീഭവിക്കുന്ന വിജ്ഞാനം, നിങ്ങൾക്ക് നാളെ മരണപ്പെട്ടാലും ഉപകരിക്കും എന്ന് പറഞ്ഞ വിജ്ഞാനത്തിൽ ഞങ്ങളുടെ ഇത് നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ, നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ഒരുപാട് പ്രയാസങ്ങളുള്ളവര്, കടങ്ങളെ കൊണ്ട് വരഞ്ഞവര്, മറ്റുള്ള പ്രയാസങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെല്ലാവരുമുണ്ട്. അവരുടെ എല്ലാവരുടെയും പ്രയാസങ്ങളെ നീ തട്ടിമാറ്റണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാരഥന്മാരായിരിക്കുന്ന, നിഷ്കളങ്കരായിരിക്കുന്ന, നിസ്വാർത്ഥരായിരിക്കുന്ന പണ്ഡിതന്മാർ, അവർക്കെല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും നൽകണേ തമ്പുരാനെ. അവരിൽ പലരും അല്ലാഹുവേ അസുഖം ബാധിച്ചവരാണ്. അവർക്ക് എല്ലാവരുടെയും അസുഖങ്ങൾക്ക് നീ ശിഫ നൽകണേ തമ്പുരാനെ. ഒരുപാട് കാലം ഞങ്ങൾക്ക് നേതൃത്വം നൽകാൻ അവർക്ക് നീ സൗഭാഗ്യം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ഈ ക്ലാസ് റൂമിനെ, കേരള ഇസ്ലാമിക് ക്ലാസ് റൂം SKSF-നെ എന്നും നീ നിലനിർത്തണേ തമ്പുരാനെ. തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന ഒരു വിഭാഗത്തിൽ ഞങ്ങളുടെ സന്താനങ്ങളെ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ സന്താനങ്ങൾ മനസ്സിന്റെ കുളിർമയാണ് എന്ന് ഖുതുബയിൽ പറയുകയുണ്ടായി. പ്രതീക്ഷകളാണ്, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷകളാണ് ഞങ്ങളുടെ മക്കൾ. അന്ത്യയിൽ പ്രതീക്ഷകൾക്ക് വക നൽകി ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാലും നാളെ ഞങ്ങളുടെ ഖബറിലേക്ക് ഉപകരിക്കുന്ന ഒരു സന്തതികളെ ഞങ്ങളുടെ സന്തതികളെ നീ വളർത്തണേ തമ്പുരാനെ. അല്ലാഹുവേ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ, നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞങ്ങളെല്ലാവരും നാട്ടിൽ പോവുകയാണ്. റഫ്സൽ എഴുതിയിട്ടുണ്ട്, ഇല്ല